ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. ജോസി വാഗമറ്റം എഴുതിയ നോവൽ തിരയും തീരവും, അധ്യായം 9. ചാർലി സേവ്യറും ഭാര്യ റോസ്മേരിയും കാറിൽ നിന്നിറങ്ങി തിടുക്കത്തിൽ സിറ്റൗട്ടിലേക്ക് കയറി. മോളെ, റോസ്മേരി സങ്കടത്തിൽ തെല്ലുറക്കെ വിളിച്ചു. സോണിയ റോസ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് റോസ്മേരിയുടെ ദേഹത്തേക്ക് വീണു. ചാർലിയുടെ കാറിലുണ്ടായിരുന്നവരെല്ലാം ഇറങ്ങി സിറ്റൗട്ടിലെത്തി. തൊട്ടുപുറകെ മറ്റൊരു കാർ കൂടി വന്നു നിന്നു. അതിൽ നിന്ന് ഡാൻഡസും സൈമൺ തരകനും ഇറങ്ങി വേഗം സിറ്റൗട്ടിലേക്ക് വന്നു. അതിനും പിന്നിലായി പോലീസ് വാഹനങ്ങളെത്തി. ഡാൻഡസ് സോണിയയുടെ അടുത്തേക്ക് വന്ന് വേവലാതിയോടെ അവളെ അടിമുടി നോക്കി. നിനക്കെന്താ സോണി സംഭവിച്ചത്? സോണിയ റോസ് പെട്ടെന്ന് വിതുമ്പിക്കരഞ്ഞു. ശൗരി നിന്നെ പിടിച്ചോണ്ടുപോയി എന്ന് കേട്ടത് സത്യമാണോ? സോണിയയ്ക്ക് കരച്ചിൽ കൂടിയതേ ഉള്ളൂ. കുട്ടി കരയാതെ കാര്യം പറയൂ. സൈമൺ തരകൻ വിളിച്ചറിയിച്ചതനുസരിച്ച് തിരച്ചിലിന് എത്തിയിരുന്ന CI എബ്രഹാം മാത്യു ചോദിച്ചു. ശൗരി കുട്ടിയെ റേപ്പ് ചെയ്തോ? അവൻ രക്ഷപ്പെടുന്നതിന് മുൻപ് അവനെ പൊക്കണം. എനിക്കറിഞ്ഞൂടാ. സോണിയ റോസ്മേരിയുടെ ദേഹത്തേക്ക് ഒരാശ്രയത്തിനായി ചേർന്ന് നിന്നു. ടൗൺ ഹാളിലുണ്ടായ അനിഷ്ട സംഭവം ശൗരി മാനിപ്പുലേറ്റ് ചെയ്തതാണെന്ന് പോലീസിന് ബലമായ സംശയമുണ്ട്. കുട്ടിയുടെ മൊഴി വളരെ പ്രധാനപ്പെട്ടതാണ്. എബ്രഹാം മാത്യു സോണിയ റോസിനെ നോക്കി. മൊഴിയെടുക്കാൻ സഹപ്രവർത്തകർക്ക് നിർദ്ദേശം നൽകി. ചാർലി സേവ്യറും ഭാര്യ റോസ്മേരിയും എല്ലാം തുറന്നു പറയാൻ വേണ്ടുന്ന പ്രോത്സാഹനവും ധൈര്യവും പകർന്നു നൽകിക്കൊണ്ട് അവളുടെ ഇടതും വലതും നിലയുറപ്പിച്ചു. ആദ്യം മുതൽ വ്യക്തമായിട്ട് പറയണം. ഈ ഒരൊറ്റ കേസ് മതി അവനെ പൂട്ടാൻ. CI എബ്രഹാം മാത്യു സോണിയ റോസിന് നിർദ്ദേശം നൽകി. ആലപ്പുഴ ബീച്ച് പോലീസും അറയ്ക്കൽ വീട്ടിലെത്തിയിട്ടുണ്ട്. സോണിയ റോസിന്റെ വിശദീകരണങ്ങൾ കേട്ടിട്ട് വേണം ബീച്ച് പോലീസ് കേസെടുക്കണോ അതോ മാരാരിക്കുളം പോലീസ് എടുക്കണോ എന്ന് തീരുമാനിക്കാൻ. ടൗൺ ഹാളിൽ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു തുടങ്ങിക്കോ, CI നിർദ്ദേശിച്ചു. സിബിച്ചൻ മൊബൈലിലെ വീഡിയോ ക്യാമറ ഓൺ ചെയ്തു. ടൗൺ ഹാളിൽ ഓർക്കപ്പുറത്ത് പാമ്പ് ചാടിക്കോ എന്നൊക്കെ ആൾക്കാർ വിളിച്ചു പറയണ കേട്ടു. ഞാൻ എണീറ്റ് നോക്കുമ്പോൾ ഉറക്കെ നിലവിളിച്ചോണ്ട് ആളുകൾ എഴുന്നേറ്റ് ഓടുന്നത് കണ്ടു. ഞാൻ നിൽക്കുന്നിടത്തോട്ട് കുറേ പേര് അലറിക്കൊണ്ട് ഓടി വന്നു. അവരെന്നെ തള്ളിമറിച്ചോണ്ട് ഓടി. ഞാൻ വീണുപോയി. അപ്പോഴേക്കും കറണ്ടും പോയി. ആരൊക്കെയോ എൻ്റെ ദേഹത്ത് ചവിട്ടിക്കൊണ്ട് ഓടിപ്പോകുന്നുണ്ടായിരുന്നു. ഞാൻ എണീക്കാൻ നോക്കുമ്പോഴേക്കും ആരോ എൻ്റെ ദേഹത്തേക്ക് വീണു. ഞാനും വീണു. ഞാൻ അവിടെ കിടന്ന് ഉറക്കെ കരഞ്ഞു. പിന്നെ ഒന്നും എനിക്ക് ഓർമ്മയില്ല. സോണിയ റോസ് തൻ്റെ ഓർമ്മ വീണ്ടെടുത്ത് പറഞ്ഞു. ശൗരിയെ ഹാളിൽ എവിടെയെങ്കിലും കണ്ടിരുന്നോ? പ്രോഗ്രാമിന് മുൻപോ അതിനുശേഷമോ എപ്പോഴെങ്കിലും? കണ്ടതായിട്ട് ഓർക്കുന്നില്ല. ഹാളിൽ വെച്ച് തന്നെ ഞാൻ ബോധം കെട്ടു പോയില്ലേ? പിന്നീട് ബീച്ചിൽ വെച്ചാണ് ബോധം വീണത് അല്ലേ? അതെ. അപ്പോൾ ശൗരി അടുത്തുണ്ടായിരുന്നോ? ഇല്ല, ആരുമില്ലായിരുന്നു. ഞാനൊരു പ്ലാസ്റ്റിക് ഷീറ്റിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നോ? സോണിയയ്ക്ക് വല്ലാത്തൊരു നാണക്കേട് തോന്നി. ഒപ്പം കണ്ണും നിറഞ്ഞു. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് തന്നെയാ അപ്പോഴും ഉണ്ടായിരുന്നത്. ഇത് പക്ഷേ എൻ്റെയല്ല. ശൗരിയാണോ ഡ്രസ്സ് മാറ്റിയത്? എനിക്കറിഞ്ഞൂടാ. എനിക്ക് ബോധം വീണപ്പോൾ ഇങ്ങനെയാ. കുട്ടി പ്രോഗ്രാമിന് മുൻപ് ധരിച്ചിരുന്ന ഡ്രസ്സ് ഇതല്ലായിരുന്നല്ലോ. അല്ല, ആ ഡ്രസ്സ് എവിടെ പോയി? റോസക്കുട്ടി ആൻറ്റി സോണിയയുടെ ഡ്രസ്സ് ചുരുട്ടി വെച്ചിരുന്നത് എടുത്തു കുടഞ്ഞു. അപ്പോൾ ആഭരണങ്ങളും അടിവസ്ത്രങ്ങളും സിറ്റൗട്ടിൽ ചിതറി വീണു. അത് എന്തൊക്കെയാണെന്ന് നോക്ക്, എബ്രഹാം മാത്യു വനിതാ പോലീസിനോട് നിർദ്ദേശിച്ചു. തൊണ്ടി മുതലാണ്, സൂക്ഷിച്ചു കൈകാര്യം ചെയ്യണം. നെക്ലേസ്, സ്വർണ്ണവളകൾ, സ്വർണ്ണ ചെയിൻ, മോതിരങ്ങൾ, സ്റ്റഡ്സ്, സ്വർണ്ണ പാദസരം തുടങ്ങിയ ആഭരണങ്ങളെല്ലാം വനിതാ പോലീസ് എടുത്ത് വേർതിരിച്ച് ലിസ്റ്റ് എഴുതി. ഇത് അരഞ്ഞാണമല്ലേ? നീളക്കൂടുതലുള്ള ആഭരണം എടുത്തുകാട്ടി വനിതാ പോലീസ് ചോദിച്ചപ്പോൾ സോണിയ റോസ് വിളറി വെളുത്തു. വനിതാ പോലീസ് ബ്രായും പാൻറ്റീസും എടുത്തപ്പോൾ എബ്രഹാം മാത്യു പറഞ്ഞു. അതിൻ്റെയൊന്നും പേര് പറയണ്ട, കാണിച്ചാൽ മതി. വനിതാ പോലീസ് അത് തെല്ലുയർത്തി കാണിച്ചപ്പോൾ ഡാൻഡസിൻ്റെ നെഞ്ചിൽ ഒരു ഇടിവാൾ മിന്നിക്കിടന്നു. അവൻ നടുക്കത്തോടെ സോണിയ റോസിൻ്റെ മുഖത്തേക്ക് നോട്ടം തിരിച്ചു. സോണിയ നാണക്കേടുകൊണ്ട് കൂമ്പി മുഖം താഴ്ത്തി. ഇതെല്ലാം ശൗരിയാണോ അഴിച്ചെടുത്തത്? ഡാൻഡസിൻ്റെ ഉള്ളിൽ സംശയങ്ങളുടെ ഫണം വിടർന്നു. രാത്രി നേരം, വിജനമായ കടപ്പുറം, വിവസ്ത്രമാക്കപ്പെട്ട സുന്ദരമായ ശരീരം, ശൗരിയെപ്പോലെ എന്തു ചെയ്യാനും മടിയില്ലാത്തൊരു പുരുഷൻ, സോണിയ റോസിനെ കല്യാണം കഴിക്കുമെന്ന് പരസ്യമായി വിളംബരം ചെയ്തവൻ. എന്തെല്ലാം സംഭവിച്ചിരിക്കാം? അതെല്ലാം ഒരു പ്ലാസ്റ്റിക് കവറിനുള്ളിലാക്കി വയ്ക്കണം. റേപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ ഫോറൻസിക് ലാബിലേക്ക് പരിശോധനയ്ക്ക് അയക്കേണ്ടതാണ്. എബ്രഹാം മാത്യുവിൻ്റെ വാക്കുകൾ കൂടി കേട്ടതോടെ ഡാൻഡസിൻ്റെ സപ്തനാഡികളും തളർന്നു. എന്നെ ആരും റേപ്പ് ചെയ്തിട്ടില്ല. ആരോടെന്നില്ലാത്ത അമർഷത്തോടെ സോണിയ റോസ് പെട്ടെന്ന് പറഞ്ഞു. ഒരു നിശബ്ദത അവിടെ സംജാതമായി.
റോസ്മേരിയും ചാർലി സേവ്യറും ആശ്വാസം പൊഴിച്ചു. ഡാൻഡസിന് പാതി പ്രാണൻ തിരിച്ചു കിട്ടിയ പോലെയായി. നാണക്കേടുകൊണ്ട് നിങ്ങൾ സത്യം പറയാതെ ഇരിക്കരുത്, എബ്രഹാം മാത്യു ഓർമ്മിപ്പിച്ചു. അതുവഴി ഒരു ക്രിമിനലാണ് രക്ഷപ്പെടുകയെന്ന് ഓർമ്മ വേണം. ഞാൻ പറഞ്ഞത് സത്യമാ. കുട്ടി ബോധം കെട്ട് കിടക്കുമായിരുന്നു എന്നല്ലേ പറഞ്ഞത്? ആ സമയത്ത് എന്തൊക്കെ സംഭവിച്ചെന്ന് ശരിക്കും അറിയാമോ? ഒരു മെഡിക്കൽ ചെക്കപ്പ് നടത്തിയാലല്ലേ തീർച്ചയാക്കാൻ പറ്റൂ. എന്നോട് മോശമായിട്ട് ഒന്നും ചെയ്തില്ലെന്ന ശൗരി പറഞ്ഞത്. കൊള്ളാം, അവൻ പറഞ്ഞത് വിശ്വാസത്തിലെടുക്കാനോ? കള്ളന് കഞ്ഞി വെച്ചവനാണവൻ. അവൻ്റെ പേരിൽ കേസ് വരാതിരിക്കാൻ വേണ്ടി അവനങ്ങനെ പല നുണകളും പറയും. നമുക്ക് ശാസ്ത്രീയമായ മാർഗങ്ങളുണ്ടല്ലോ. സോണിയ റോസിന് അവിടെ നിന്ന് ഓടിപ്പോകണമെന്ന് തോന്നി. ഡാൻഡസിൻ്റെ ഉള്ളിൽ പിന്നെയും ഇടുത്തി വീണു. സാർ പറഞ്ഞതിലും കാര്യമുണ്ട്, സൈമൺ തരകൻ പറഞ്ഞു. ദുരുദ്ദേശത്തോടെ അല്ലെങ്കിൽ അവൻ പിന്നെന്തിന് സോണിയെ കടപ്പുറത്തേക്ക് കൊണ്ടുപോയി? ബോധം കെട്ടയാളെ രക്ഷിക്കാൻ ആശുപത്രിയിലല്ലേ കൊണ്ടുപോകേണ്ടത്? അവനെന്തിന് സോണിയുടെ ഡ്രസ്സൊക്കെ അഴിച്ചുമാറ്റി? സോണിയയ്ക്ക് ഭൂമിക്കടിയിലേക്ക് താണുപോയാൽ മതിയെന്നായി. അവൾ ദയനീയമായി ഡാൻഡസിനെ നോക്കി. ഡാൻഡസിൻ്റെ കണ്ണിൽ സംശയങ്ങളും പേടിയും അവൾ കണ്ടു. അവൻ്റെ മുഖത്തെ ശോഭം മങ്ങി ഇരുണ്ടുപോയെന്ന് അവൾക്ക് തോന്നി. സാറേ, ആ വിഷയം അവിടെ നിൽക്കട്ടെ. അവനെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണങ്ങൾ ഇപ്പം തന്നെ വേണ്ടുവോളമില്ലേ? ചാർലി സേവ്യർ ചോദിച്ചു. എന്തു കാരണം? എബ്രഹാം മാത്യു നെറ്റിച്ചുളിച്ചു. ശൗരി നിങ്ങളുടെ മകളെ തട്ടിക്കൊണ്ടു പോരുന്നത് ആരെങ്കിലും കണ്ടോ? ഇല്ല. നിങ്ങളുടെ മകളെ ഏതെങ്കിലും തരത്തിൽ ശൗരി ഉപദ്രവിച്ചോ? നിങ്ങളുടെ മോള് പറയുന്നു ഇല്ലെന്ന്. ഡ്രസ്സ് അഴിച്ചു മാറ്റിയത് ആരാണെന്ന് അവൾ കണ്ടിട്ടില്ല. ഇനി അത് ശൗരിയാണ് ചെയ്തതെന്നിരിക്കട്ടെ. കീറിപ്പോയ ഡ്രസ്സ് മാറ്റി വേറെ നല്ല ഡ്രസ്സ് ഇട്ടുകൊടുത്തത് ഒരു കുറ്റമാണോ? അതിനാണോ അവനെ അറസ്റ്റ് ചെയ്യേണ്ടത്? സാറേ, അവനെന്തിന് സോണിയെ പുറത്തു കൊണ്ടുപോയി? സൈമൺ തരകൻ ചോദിച്ചു. ഡാൻഡസിനേക്കാൾ അതറിയാനുള്ള ജിജ്ഞാസ അയാൾക്കായിരുന്നു. അവനെന്തിനാണ് കടപ്പുറത്ത് കൊണ്ടുപോയതെന്ന് പറഞ്ഞോ? എബ്രഹാം മാത്യു സോണിയയോട് ചോദിച്ചു. ഫസ്റ്റ് എയ്ഡ് തരാനാണെന്നാ പറഞ്ഞത്. എന്ത് ഫസ്റ്റ് എയ്ഡ്? അത് ഞാൻ ചോദിച്ചില്ല. ഒരു പെണ്ണിനെ കടപ്പുറത്ത് ഇരുട്ടത്ത് കൊണ്ടുപോയി കിടത്തി തുണി അഴിച്ചു മാറ്റിയിട്ട് എന്ത് ഫസ്റ്റ് എയ്ഡാ? സൈമൺ തരകൻ ആ നടപടിയെ പരിഹസിച്ച് ചിരിച്ചു. ചാർലി സേവ്യറിനും റോസ്മേരിക്കും വലിയ അപമാനം തോന്നി. മോള് ചോദിച്ചില്ലേ എന്ത് ഫസ്റ്റ് എയ്ഡാ അവൻ തന്നതെന്ന്? ചാർലി സേവ്യർ നിസ്സഹായനായി മകളെ നോക്കി. ഇല്ല, എനിക്ക് പേടിയായിട്ട് ഞാൻ ഒന്നും ചോദിച്ചില്ല, സോണിയ റോസ് അപമാന ഭീതിയോടെ പറഞ്ഞു. നിങ്ങൾ നാണക്കേടോർത്ത് സത്യം മറച്ചുവെച്ചാൽ ഒരു കുറ്റവാളി രക്ഷപ്പെട്ടു പോകും, എബ്രഹാം മാത്യു ഓർമ്മിപ്പിച്ചു. സർ, ഞാനൊരു റിട്ടൺ കംപ്ലൈൻറ്റ് തരാം. ചൗരി എൻ്റെ മകളെ തട്ടിക്കൊണ്ടുപോയി മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചു. അവളുടെ സ്വർണവും ഫോണും അവൻ അടിച്ചു മാറ്റി, ചാർലി സേവ്യർ പറഞ്ഞു. സ്വർണമൊന്നും എടുത്തില്ല പപ്പ, സോണിയ റോസ് പറഞ്ഞു. അത് നമ്മളാ നിശ്ചയിക്കുന്നത്, എടുത്തോ ഇല്ലയോ എന്ന്. ഇപ്പം തന്നെ പോയി അവനെ കസ്റ്റഡിയിലെടുക്കണം സാറേ, എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യണം, ചാർലി സേവ്യർ പറഞ്ഞു. നിങ്ങൾ അവനെതിരെ ഉറച്ചു നിൽക്കണം, എങ്കിൽ ഇത്തവണ അവനെ കൊടുക്കാം. എബ്രഹാം മാത്യു ശൗരിക്കെതിരെ ഒരു കൈ നോക്കാൻ സന്നദ്ധനായിക്കൊണ്ട് പറഞ്ഞു. ശൗരിക്കുട്ടി ഭക്ഷണം കഴിച്ച് കിടന്നതേയുള്ളൂ. വാഹനങ്ങളുടെ ഇരമ്പൽ അവൻ കേട്ട് കാതോർത്തു. ഇപ്പോൾ മണൽത്തിട്ടയിൽ കടലിടിക്കുന്ന ഒച്ച മാത്രം. കുറച്ചുകൂടി അവൻ ചെവി കൂർപ്പിച്ചു. വാഹനങ്ങളുടെ ഡോർ തുറക്കുന്ന ശബ്ദം. ശൗരിക്കുട്ടി എഴുന്നേറ്റിരുന്നു. അടുത്ത ക്ഷണം വാതിലിൽ തട്ടുന്ന ശബ്ദം കേൾക്കായി. പോലീസ് എത്തിക്കഴിഞ്ഞുവെന്ന് അവൻ ഊഹിച്ചു. മോനെ ശൗരിക്കുട്ടി, നീ ഉറങ്ങിയോടാ? വാതിലിനപ്പുറത്തെ ഇരുട്ടിൽ നിന്ന് എമിലിയുടെ പരിഭ്രാന്തമായ സ്വരം. ഇല്ലമ്മ, എണീറ്റു. ആരാണ്ട് വന്നിട്ടുണ്ടല്ലോ. ആരാ ഈ നട്ടപ്പാതിരയ്ക്ക്? പോലീസായിരിക്കും അമ്മ. പോലീസോ? എന്തിന്? നോക്കട്ടെ. ശൗരിക്കുട്ടി എഴുന്നേറ്റു. വാതിലിൽ മുട്ടുന്ന ശബ്ദം തുടരെയായി. ശൗരി വാതിൽ തുറന്നു. പുറത്തെ ലൈറ്റിട്ടു. തിണ്ണയിലും മുറ്റത്തും പോലീസ്. റോഡരികിൽ സൈമൺ തരകൻ, ഡാൻഡസ്. മുറ്റത്ത് അറയ്ക്കൽ ചാർലി സേവ്യർ. ഇങ്ങോട്ട് ഇറങ്ങിപ്പാടാ. മുറ്റത്തുനിന്ന് എബ്രഹാം മാത്യു കനത്ത സ്വരത്തിൽ വിളിച്ചു. സാറായിരുന്നോ? ഞാനൊരു ഷർട്ട് എടുത്തിട്ടോട്ടെ. ശൗരിക്കുട്ടി തിരികെ അകത്ത് കയറി. പോലീസ് എന്തിനാ നിന്നെ തിരക്കി വന്നത്? എമിലി ചോദിച്ചു. ചോദിച്ചില്ല, ചോദിക്കാം. ചിലപ്പോൾ അവരുടെ കൂടെ പോണമായിരിക്കും. ശൗരിക്കുട്ടി ഷർട്ട് എടുത്തിട്ടു. അമ്മ പേടിക്കണ്ട, പോലീസ് അവരുടെ ഡ്യൂട്ടി ചെയ്യാൻ വന്നതാ. നീ എന്തു കുറ്റമാ ചെയ്തേ? അറയ്ക്കൽ ചാർലിയുടെ മോളെ ഒരപകടത്തിൽ നിന്ന് രക്ഷിച്ചു. ഒരാളെ രക്ഷിച്ചാലും അത് കുറ്റമാണോടാ? ഇവിടെ അങ്ങനെയൊക്കെയാ അമ്മ. എന്താടാ ഉണ്ടായത്? തിരിച്ചു വന്നിട്ട് പറയാം. ഷർട്ടിൻ്റെ ബട്ടൺസ് ഇട്ടുകൊണ്ട് ശൗരിക്കുട്ടി തിണ്ണയിലേക്ക് ഇറങ്ങി. അമ്മ വാതിലടച്ചേക്ക്. ആഞ്ചലോസ് അന്തം വിട്ട് മുറ്റത്തിറങ്ങി നിൽപ്പുണ്ടായിരുന്നു. അയാൾ കിടന്ന പുൽപ്പായ ശൗരിക്കുട്ടി കുടഞ്ഞു വിരിച്ചു. കിടന്നു, ഇതൊന്നും കാര്യാക്കണ്ട, അവൻ ആഞ്ചലോസിനോട് പറഞ്ഞു.
എന്നിട്ട് നേരെ എബ്രഹാം മാത്യുവിൻ്റെ മുന്നിൽ ചെന്നു. പോകാൻ ഞാൻ റെഡി. ആ ജീപ്പിലോട്ട് കയറിക്കോ. എബ്രഹാം മാത്യു ചൂണ്ടിക്കാണിച്ച ജീപ്പിൽ ശൗരിക്കുട്ടി കയറിയിരുന്നു. മറ്റു പോലീസുകാർ കയറി. അറയ്ക്കൽ ചാർലിയും സൈമൺ തരകനും തങ്ങളുടെ വാഹനങ്ങളിൽ പോലീസിനെ അനുഗമിച്ചു. അറയ്ക്കൽ ചാർലിയുടെ വീട്ടിലേക്കാണ് യാത്രയെന്ന് ശൗരിക്കുട്ടിക്ക് മനസ്സിലായി. അറയ്ക്കൽ വീടിൻ്റെ ഗേറ്റ് കടന്ന് ജീപ്പ് വീട്ടുമുറ്റത്ത് ചെന്നു നിന്നു. ഇറങ്ങടാ. എബ്രഹാം മാത്യു ആംഗ്യം കാട്ടി. എന്തിനാ സാറേ ഇവിടെ? നിന്നോട് ഇറങ്ങാനാ പറഞ്ഞത്. ശൗരിക്കുട്ടി ഇറങ്ങി. സിറ്റൗട്ടിൽ ഒരാൾക്കൂട്ടമുണ്ടായിരുന്നു. നീ ആ സിറ്റൗട്ടിലേക്ക് കയറി ചെല്ല്, എബ്രഹാം മാത്യു നിർദ്ദേശിച്ചു. ഇല്ല സാറേ, വീട് കയറി തല്ലിന്ന് കേസ് വന്ന എൻ്റെ കാര്യം പോക്ക. ഞാൻ ഈ ഗേറ്റിനടുത്ത് നിൽക്കും. നീ പോലീസിൻ്റെ തല്ലു വാങ്ങിച്ചേ അടങ്ങൂ. സാറ് കാര്യം പറ. എന്താ ഞാൻ ചെയ്ത കുറ്റം? നീ എന്തിനാ അറയ്ക്കൽ ചാർലിയുടെ മോളെ തട്ടിക്കൊണ്ടുപോയത്? നീ എന്തിനാ തല്ലാൻ നിൽക്കുന്നത്? നിന്നോട് ചില വിവരങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയാ നിന്നെ കസ്റ്റഡിയിലെടുത്തത്. ചോദ്യം ചെയ്യാനാണെങ്കിൽ ലോക്കപ്പിലോട്ട് കയറ്റിയാൽ പോരെ സാറേ. എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കണത്? നീ ആ സിറ്റൗട്ടിലോട്ട് ചെല്ലടാ. നിന്നെ ആരും ഒന്നും ചെയ്യില്ല. സാറേ, ഞാൻ പോലീസ് സ്റ്റേഷനിലോട്ട് വരാം. ആ വീട്ടിലോട്ട് കയറത്തില്ല. നീ ഗേറ്റിനടുത്ത് നിന്ന എന്താ ഗുണം? അടി വരുമ്പം ഇറങ്ങി ഓടാമല്ലോ സാറേ. ശൗരി വഴങ്ങില്ലെന്ന് എബ്രഹാം മാത്യുവിന് മനസ്സിലായി. സാറേ, നിങ്ങൾ പോലീസുകാരെല്ലാം കൂടി നോക്കിയാൽ അവനെ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വരാൻ പറ്റില്ലേ? അറയ്ക്കൽ ചാർലി അമർഷം പൂണ്ടു. ബുദ്ധിമുട്ടാ ചാർലി പപ്പ, നടക്കത്തില്ല. ശൗരി ചാർലിയെ വെല്ലുവിളിക്കും പോലെ പറഞ്ഞു. ബീച്ച് പോലീസ് ഒരനുവാദത്തിനായി എബ്രഹാം മാത്യുവിനെ നോക്കി. അവർക്ക് ശൗരിയെ രണ്ടു പൊട്ടിക്കാൻ കൈധരിക്കുന്നുണ്ട്. പിടിച്ചുകെട്ടി അറയ്ക്കൽ ചാർലിയുടെ സിറ്റൗട്ടിലേക്ക് കയറ്റി നിർത്തി ചാർലിക്കും ബന്ധുക്കൾക്കും കലി തീർത്ത് അടിക്കാനുള്ള ചാൻസ് ഉണ്ടാക്കി കൊടുക്കണമെന്നുണ്ട്. സാറേ, അവരെ കൊണ്ട് അടുപ്പിക്കാനാണെങ്കിൽ ഞാൻ ഓടി രക്ഷപ്പെടും, ഒരു സംശയവും വേണ്ട. ശൗരി മുന്നറിയിപ്പ് നൽകി. അവൻ പറഞ്ഞാൽ അങ്ങനെ തന്നെ ചെയ്യുമെന്ന് എബ്രഹാം മാത്യുവിനറിയാം. ശരി, നീ പറ. അറയ്ക്കൽ ചാർലി സാറിൻ്റെ മോളെ നീ എങ്ങോട്ടാ തട്ടിക്കൊണ്ടുപോയത്? സാറേ, ഞാൻ തട്ടിക്കൊണ്ടുപോയതല്ല. പ്രോഗ്രാം കാണാൻ ഞാനും ടൗൺ ഹാളിൽ ചെന്നിട്ടുണ്ടായിരുന്നു. നീ ഇന്നേ വരെ ഒരു വയലിൻ കച്ചേരി കാണാൻ പോയിട്ടുണ്ടോ? നിന്റെ ശത്രുവല്ലേ സൈമൺ തരകൻ. അദ്ദേഹത്തിൻ്റെ മകൻ്റെ മ്യൂസിക് പ്രോഗ്രാമിന് നീ പോയത് സംഗീതത്തോടോ ഡാൻഡസ് സൈമണിനോടോ ഉള്ള താല്പര്യം കൊണ്ടല്ലെന്ന് ഞങ്ങൾക്കറിയാം. എന്തായിരുന്നു നിന്റെ ഉദ്ദേശം? സാറേ, ഞാൻ കെട്ടാൻ പോണ പെണ്ണല്ലേ സോണിയ റോസ്. അവളെ കാണാനുള്ള താല്പര്യം കൊണ്ട് മാത്രം പോയതാ ഞാൻ. വയലിൻ കച്ചേരിക്ക് പോയിട്ടാണോടാ നീ അവളെ കാണുന്നത്? അല്ലാതെ എങ്ങനെ കാണും സാറേ? അവളുടെ വീട്ടിൽ വന്ന് കാണാൻ പറ്റുമോ? ഇല്ല. റോഡിൽ തടഞ്ഞു നിർത്തി കാണാൻ പറ്റുമോ? ഇല്ല. ഉടനെ നിങ്ങൾ പോലീസുകാരെല്ലാം നിങ്ങൾ എൻ്റെ പേരിൽ കേസെടുക്കും. പിന്നെ ഇങ്ങനെയല്ലേ പറ്റത്തുള്ളൂ. നീ ആരാടാ നായിൻ്റെ മോനെ എൻ്റെ മോളെ കാണാൻ വരാൻ? അറയ്ക്കൽ ചാർലി ഷർട്ടിൻ്റെ സ്ലീവുകൾ തെറുത്തു കയറ്റി മുഷ്ടി മുറുക്കിക്കൊണ്ട് സിറ്റൗട്ടിൽ നിന്ന് ചാടിയിറങ്ങി വന്നു. അവൾ എൻ്റെ പെണ്ണല്ലേ, ഞാൻ നോക്കണ്ടേ അവളെവിടെ പോണു, എവിടെ ഇരിക്കണു എന്നൊക്കെ? ശൗരി കൂസലിനെ പറഞ്ഞു. ചാർലി സേവ്യർ ശൗരിയുടെ മുഖത്തിനു നേരെ മുഷ്ടി ഓങ്ങി ഒറ്റയടി. ശൗരി ഒരു ബോക്സിംഗ് ചാമ്പ്യനെ പോലെ മുഖം വെട്ടിയൊഴിഞ്ഞു. ചാർലിയുടെ ഇടി ശൗരിയുടെ പിന്നിൽ നിന്ന പോലീസുകാരൻ്റെ തലയിൽ പതിഞ്ഞു. ചാർലി ഇടതു മുഷ്ടി കൊണ്ടും ഒരു ഇടിയിടിച്ചു. അത് വായുവിലൂടെ തെന്നിപ്പോയി. സാറ് കണ്ട, ഞാൻ ഇയാടെ സിറ്റൗട്ടിൽ ചെന്ന് കയറിയാലും ഇയാൾ ഇതുതന്നെ ചെയ്യില്ലേ? ഞാൻ തിരിച്ച് ഒരിടി കൊടുത്ത ഈ വലിയ ശരീരം എടുത്തോണ്ട് പോകാൻ 4 പേര് വേണ്ടിവരും. ശൗരിക്കുട്ടി എബ്രഹാം മാത്യുവിനോട് പറഞ്ഞു. ചാർലി സേവ്യർ അങ്ങോട്ട് മാറി നിൽക്ക്, എബ്രഹാം മാത്യു കർശനമായി പറഞ്ഞു. ചാർലി സേവ്യർ കടപ്പല്ല് ഞെരിച്ച് ശൗരിക്കുട്ടിയെ തന്നെ നോക്കിക്കൊണ്ട് നിന്നു. ചാർലിയുടെ ആളുകൾ സിറ്റൗട്ടിൽ നിന്ന് ഇറങ്ങി പതിയെ വന്ന് ശൗരിയെ വളഞ്ഞു. ഒരടയാളം കിട്ടിയാൽ ശൗരിയുടെ മേൽ ചാടി വീഴാൻ അവർ ഒരുങ്ങി നിന്നു. ആരും കയ്യാങ്കളിക്ക് മുതിരരുത്. അതിൻ്റെ അനന്തരഫലം നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും. എബ്രഹാം മാത്യു ചാർലിക്കും കൂട്ടർക്കും മുന്നറിയിപ്പ് നൽകി. എന്നിട്ട് ശൗരിയോട് ചോദിച്ചു. ശരി, നീ പ്രോഗ്രാമിന് പോയി സോണിയ റോസിനെ കാണാൻ. എന്നിട്ടെന്താ സംഭവിച്ചത്? സാറേ, ടൗൺ ഹാളിൽ ഭയങ്കര ബഹളമുണ്ടായി. ആളുകൾ അലറിക്കൊണ്ട് ലക്കും ലഗാനുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞ് ഒത്തിരി പേര് കൂട്ടിയിടിച്ചു വീണു. ഞാൻ നോക്കുമ്പം സോണിയ റോസും വീഴുന്നത് കണ്ടു. അവളെ നിലത്തിട്ട് ചവിട്ടി മെതിച്ചോണ്ട് ആളുകളോടി. ഞാൻ ഓടിച്ചെല്ലുമ്പോഴേക്കും കരണ്ടും പോയി. കഷ്ടപ്പെട്ട് അവളെ വാരിയെടുത്തോണ്ട് വെളി വന്ന് നോക്കുമ്പം അവൾക്ക് ബോധമില്ല. ഉടുതുണിയൊക്കെ കീറിയിരിക്കണ. കാറിൽ കൊണ്ട് കിടത്തിയിട്ട് ലൈറ്റിട്ട് നോക്കി. അപ്പോഴാ മനസ്സിലായത് കഴുത്തിലും നെഞ്ചത്തും തോളത്തും വയറ്റിലും നടുവിനുമൊക്കെ കുറെ ചവിട്ട് കിട്ടിയിട്ടുണ്ടെന്ന്. ആഹാ, എന്നിട്ട്? ശ്വാസം ശരിക്കു വരുന്നില്ല. ഞാനപ്പോഴേ കടപ്പുറത്തോട്ട് കാറ് വിട്ടു. എടാ, ഒരാൾക്ക് വയ്യെന്ന് കണ്ട നേരെ ഹോസ്പിറ്റലിലോട്ടല്ലേ കൊണ്ടുപോകേണ്ടത്? നീ എന്തിനു കടപ്പുറത്തോട്ട് കൊണ്ടുപോയി? ആശുപത്രി കൊണ്ടുപോയ ആ നേരത്ത് ഡോക്ടർമാരുണ്ടോ?
ഏതെങ്കിലും ഡ്യൂട്ടി ഡോക്ടറിലെ കാണത്തുള്ളൂ. അതുമാത്രമല്ല, അവൾക്ക് നല്ല ചതവ് പറ്റിയിട്ടുണ്ട്. ആശുപത്രി പോയാൽ അതൊക്കെ ശരിയാവണമെങ്കിൽ കുറേ ദിവസം പിടിക്കും. നീ അവളെ കടപ്പുറത്ത് എന്തിനു കൊണ്ടുപോയി എന്ന് പറ. എനിക്കറിയാവല്ലോ എന്നതാ ചെയ്യേണ്ടതെന്ന്. ആദ്യം ഞാൻ കടപ്പുറത്ത് ഒരു ഷീറ്റ് വിരിച്ച് അതിലോട്ട് കിടത്തി കഴുത്തും വയറും നല്ല പോലെ അമർത്തി തിരുമ്മിക്കൊടുത്തു. അതോടെ ശ്വാസം നേരെയായി. നീ ആരടാ എൻ്റെ മോളെ ചികിത്സിക്കാൻ? നീ എവിടുത്തെ ഡോക്ടറാ? അറയ്ക്കൽ ചാർലി തട്ടിക്കയറി. ഞാൻ പറയണത് മുഴുവൻ കേൾക്ക്. ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ വേണ്ടിയാ ഞാൻ കടപ്പുറത്തോട്ട് കൊണ്ടുപോയത്. അവളുടെ കഴുത്തിന് കിട്ടിയ ചവിട്ട് എല്ലാം കുഴപ്പത്തിലാക്കിയേനെ. അതുപോലെ തന്നെ തോളത്തേറ്റ ചവിട്ടിന് കുഴ തെന്നിപ്പോയി. നടുവിനും വയറ്റത്തും കാലിൻ്റെ തുടയ്ക്കും ചവിട്ട് കിട്ടിയിട്ടുണ്ട്. ഒക്കെ ഞാൻ തിരുമ്മി ശരിയാക്കി. ഇനിയിപ്പം ആശുപത്രിയിലൊന്നും പോകണ്ട, മരുന്നും കഴിക്കേണ്ട, വേദന ഉണ്ടാവില്ല. ഇവൻ പറയുന്നത് മുഴുവൻ കള്ളത്തരമാണ്. അതിന് ചെവി കൊടുക്കരുത്. ചാർലി ദേഷ്യം പൂണ്ട് എബ്രഹാം മാത്യുവിനോട് പറഞ്ഞു. ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അവളെ പരിശോധിച്ചു നോക്കണം. അവളുടെ ബോധം പോയത് തന്നെ കഴുത്തിന് കിട്ടിയ ചവിട്ടാണ്. കർണഞ്ഞരമ്പിനാണ് കിട്ടിയത്. ആശുപത്രി കൊണ്ടുപോയിട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ ചത്തുപോയേനെ. ശൗരിക്കുട്ടി അപ്പറഞ്ഞത് ആരും വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. നിനക്കിതൊക്കെ കൃത്യമായിട്ടറിയാൻ നീ ആര്? മർമ്മ ചികിത്സക്കാരനോ? CI ചോദിച്ചു. ആണ്, എനിക്ക് മർമ്മം അറിയാം സാറേ. മർമ്മ ചികിത്സ പഠിച്ചിട്ടുണ്ട്. കാക്കനാടെ വെച്ച് അതിൻ്റെ സർട്ടിഫിക്കറ്റുമുണ്ട് എനിക്ക്. സാറിനറിയാവല്ലോ എനിക്ക് മർമ്മം അറിയാമെന്ന്. എബ്രഹാം മാത്യു അവനോട് തർക്കിക്കാൻ ഒരുമ്പിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തന്നെ അവളുടെ ഡ്രസ്സ് അഴിച്ചു മാറ്റണമായിരുന്നോ? ഒരു പെണ്ണിനോട് അങ്ങനെ ചെയ്യുന്നത് അവളെ അപമാനിക്കില്ല. എതിർക്കാൻ പോലും ആവാതെ ബോധമില്ലാതെ കിടക്കുന്ന അവസ്ഥയിലാണ് അവൾ. സാറേ, അവളുടെ ദേഹം മുഴുവൻ ചവിട്ട് കിട്ടിയിട്ടുണ്ട്. ഡ്രസ്സ് അഴിച്ചു മാറ്റാതെ ഒരു നിവൃത്തിയുമില്ലായിരുന്നു. ബ്ലൗസും ബ്രായും ഇട്ടുകൊണ്ട് നെഞ്ചും പുറവും തിരുമാൻ പറ്റുമോ? നടുവിനും ചന്തിക്കും തുടയ്ക്കും ചവിട്ടുണ്ട്. ഡ്രസ്സ് ഇട്ടുകൊണ്ട് എങ്ങനെ തിരുമും? എൻ്റെ കയ്യിൽ നല്ല ഔഷധ ഗുണമുള്ള ഓയിൻമെൻ്റ് ഉണ്ടായിരുന്നു. എന്തും വരട്ടേന്ന് കരുതി ഞാനത് പുരട്ടി നല്ലപോലെ മസാജ് ചെയ്ത് ചോര ചതഞ്ഞു കിടന്ന ഭാഗമൊക്കെ ശരിക്കിന് തിരുമ്മിയുടച്ചു. കഴുത്തിലെ ഞരമ്പ് തടവി ശരിയാക്കി. സാറേ, ഒരാൾ അപകടത്തിൽപ്പെട്ട് കിടക്കുമ്പോൾ അയാളുടെ ഡ്രസ്സാണോ അതോ ജീവനാണോ വലുത്? എബ്രഹാം മാത്യുവിന് ഒന്നും പറയാനായില്ല. അയാൾ ചാർലി സേവ്യറെ നോക്കി. ഇതൊന്നും ഞാൻ വിശ്വസിക്കില്ല. പച്ചക്കള്ളമാ ഇവൻ പറയുന്നത്. വിശ്വാസമില്ലെങ്കിൽ അവളെ വിളിച്ചോണ്ട് പോയി അവളുടെ ഡ്രസ്സ് അഴിച്ചു നോക്കണം. അപ്പോഴറിയാം വിവരം. നീ ആരോടാ സംസാരിക്കുന്നതെന്നറിയാമോട ചെറ്റെ? ചാർലി ശൗരിയുടെ നേർക്ക് കൈ ചൂണ്ടി. അറിയാം, എന്നേക്കാളും വലിയ ചെറ്റയോട്. ശൗരി പറഞ്ഞു. നീ ഏത് കടപ്പുറത്തോട്ടാ അവളെ കൊണ്ടുപോയത്? ശൗരിയും ചാർലിയും തമ്മിലുള്ള സംഘർഷത്തിന് അയവ് വരുത്താനായി എബ്രഹാം മാത്യു ചോദിച്ചു. തുമ്പോളി. ശൗരിക്കുട്ടി ഉത്തരം നൽകി. തുമ്പോളി കടപ്പുറത്തോ? എന്തിനാ അങ്ങോട്ട് കൊണ്ടുപോയി? ആലപ്പുഴ ബീച്ചില്ലായിരുന്നോ തൊട്ടടുത്ത്? ആ സമയത്തൊക്കെ ബീച്ചിൽ ആള് കാണും സാറേ. ആരെങ്കിലും കണ്ടാ വിചാരിക്കും ഞാനൊരു പെണ്ണിനെ പീഡിപ്പിക്കാൻ കൊണ്ടുവന്നതാണെന്ന്. അതുമാത്രമല്ല, ഉടുതുണിയെല്ലാം മാറ്റിയിട്ടുള്ള ചികിത്സയായതുകൊണ്ട് മറ്റുള്ളവർ കാണാനും പാടില്ലല്ലോ. മഹാനാണക്കേടല്ലേ. അവക്ക് അങ്ങനൊരു നാണക്കേട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതലായിട്ടാ ഞാൻ അവളെ തുമ്പോളിക്ക് കൊണ്ടുവന്നത്. അവിടെ ആരുമില്ലായിരുന്നു. അത്രയും സൗകര്യം ആലപ്പുഴ ബീച്ച് കിട്ടത്തില്ലായിരുന്നു. എല്ലാ ചോദ്യമുനകളും ശൗരിക്കുട്ടി തൻ്റേതായ ശൈലിയിലുള്ള ഉത്തരങ്ങൾ കൊണ്ട് മടക്കി. എൻ്റെ മോളെ രക്ഷിക്കാൻ നിന്നോട് ആര് പറഞ്ഞു? നിന്നെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നോട നായേ? അവൾ അവിടെ കിടന്ന് ചത്ത നിനക്കെന്താടാ നഷ്ടം? ഒടുക്കം ചാർലി സേവ്യർ കലിയടങ്ങാതെ ശൗരിക്കുട്ടിയുടെ നേർക്ക് ആക്രോശിച്ചു. അവൾ ചത്തുപോയാ എനിക്കല്ലേ നഷ്ടം? എൻ്റെ പെണ്ണല്ലേ, ഞാനല്ലേ നോക്കേണ്ടവൻ. നിങ്ങൾക്കാർക്കും ഒന്നും നഷ്ടപ്പെടാനില്ല. ശൗരിക്കുട്ടി ശാന്തനായി പ്രതിവചിച്ചു. ചാർലിയുടെയും കൂട്ടരുടെയും ചോര തിളച്ചു പതഞ്ഞു. പക്ഷെ പോലീസ് ഉള്ളതുകൊണ്ട് ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. ഒരു അത്യാഹിതത്തിൽ പെട്ടുപോയ പെണ്ണിന് ഫസ്റ്റ് എയ്ഡ് കൊടുത്തതിൻ്റെ പേരിൽ ഇത്രയും വലിയ പ്രശ്നമുണ്ടാകുമെന്ന് ഞാൻ ഓർത്തില്ല സാറേ. ശൗരിക്കുട്ടി വിനീതനും നിഷ്കളങ്കനുമായി ഭാവിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ ഞാൻ അവളോട് എന്തെങ്കിലും മോശമായിട്ട് പെരുമാറുവോ സംസാരിക്കുകയോ ചെയ്തോന്ന് സാറ് അവളെ വിളിച്ച് ചോദിച്ചു നോക്കിയിട്ട് എൻ്റെ ചേച്ചിക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങി വച്ചിരുന്ന ചുരിദാർ പോലും ഞാൻ അവൾക്ക് കൊടുത്തു. ഇതിൽ കൂടുതൽ എന്താ ഞാൻ ചെയ്യണ്ടേ? ആരും ഒന്നും മിണ്ടുന്നില്ല. എബ്രഹാം മാത്യു സിറ്റൗട്ടിലേക്ക് ചെന്ന് സോണിയ റോസിനോട് ചോദിച്ചു. മോളെ, നിന്റെ അടുത്ത് ശൗരി തൊടുകയോ പിടിക്കുകയോ മോശമായിട്ട് പെരുമാറുകയോ മര്യാദ കെട്ട് സംസാരിക്കുകയോ എന്തെങ്കിലും ചെയ്തോ? സോണിയ റോസ് ആലോചിച്ചു നോക്കി. അങ്ങനൊന്നും സംഭവിച്ചതായി തൻ്റെ ഓർമ്മയിലില്ല. എനിക്ക് ബോധം തെളിഞ്ഞ ശേഷം ഒന്നും ഉണ്ടായിട്ടില്ല. അതിനു മുമ്പത്തെ കാര്യം അറിയാനും വയ്യ, അവൾ മറുപടി പറഞ്ഞു. സാറേ, ഞാനങ്ങ് പൊക്കോട്ടെ. എന്തെങ്കിലും കേസുണ്ടെങ്കിൽ രാവിലെ വിളിച്ചാൽ മതി. ഞാൻ സ്റ്റേഷനിൽ ഹാജരായിക്കൊള്ളാം. എബ്രഹാം മാത്യുവിൻ്റെ പ്രതികരണത്തിന് കാത്തു നിൽക്കാതെ
ശൗരിക്കുട്ടി ഗേറ്റിന് വെളിയിലിറങ്ങി നടന്നു തുടങ്ങി. എന്തു പറഞ്ഞ് കേസെടുക്കാനാ അവൻ്റെ പേരിൽ? നിങ്ങൾ മോളെ പരിശോധിച്ചു നോക്ക്, എബ്രഹാം മാത്യു നിർദ്ദേശിച്ചു. റോസ്മേരിയും റോസക്കുട്ടി ആൻറ്റിയും കൂടി സോണിയ റോസിനെ കിടപ്പറയിലേക്ക് വിളിച്ചുകൊണ്ടുപോയി. വിശദമായ പരിശോധനയ്ക്ക് ശേഷം റോസ്മേരി ഭർത്താവിനെ സമീപിച്ച് സ്വരം താഴ്ത്തി പറഞ്ഞു, അയാൾ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് തോന്നുന്നു. നെഞ്ചത്തും പുറത്തും വയറ്റിലും കാലിലുമൊക്കെ കുറെ ചവിട്ട് കിട്ടിയ പാട് ചതഞ്ഞു കിടപ്പുണ്ട്. കഴുത്തിന് ഇപ്പോഴും വേദനയുണ്ടെന്നാ അവൾ പറയണത്. ഇതെല്ലാം അവൻ കരുതിക്കൂട്ടി ഉണ്ടാക്കിയതാ. ടൗൺ ഹാളിലെ കുഴപ്പം പോലും അവൻ മനഃപൂർവ്വം ഉണ്ടാക്കിയതാ. ഞാൻ അവനെ വെറുതെ വിടില്ല, കൊന്നുകളയും ഞാൻ, അത്രയുള്ളൂ. ചാർലി സേവ്യർ സ്ഥലകാലം മറന്ന് ആക്രോശിച്ചു. അധ്യായം 10. ടൗൺ ഹാളിൽ നടക്കാനിരുന്ന പ്രോഗ്രാം അലങ്കോലപ്പെട്ടതിൻ്റെയും തിക്കിലും തിരക്കിലും പെട്ട് 20ഓളം പേർക്ക് പരിക്കു പറ്റിയതിൻ്റെയും കാരണം അന്വേഷിക്കാനായി പോലീസ് ഒരു കേസ് എടുത്തിട്ടുണ്ടായിരുന്നു. പ്രോഗ്രാം കാണാൻ എത്തിയവരിൽ പലരെയും ചോദ്യം ചെയ്തു. ടൗൺ ഹാളിൽ പൊടുന്നനെ പ്രത്യക്ഷപ്പെട്ട പാമ്പുകളാണ് പരിഭ്രാന്തി പരത്തിയതെന്നും അതിനെ തുടർന്നുണ്ടായ ബഹളത്തിലാണ് ആളുകൾ നാലുപാടും ഓടിയതെന്നും തിക്കിലും തിരക്കിലും പെട്ടതെന്നും പ്രാഥമിക അന്വേഷണത്തിൽ തീർച്ചപ്പെട്ടു. പാമ്പുകൾ എവിടെ നിന്ന് വന്നുവെന്നും മാത്രം ഒരു തെളിവുമില്ല. ശൗരിക്കുട്ടിയെ ടൗണിൽ വെച്ച് പലരും കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ശൗരിക്കുട്ടിയുടെ കൈവശം ഒരു കീച്ചെയിൻ അല്ലാതെ മറ്റൊരു വസ്തുവും ഉണ്ടായിരുന്നില്ലെന്ന് ദൃക്സാക്ഷികൾ മൊഴി നൽകി. മാത്രമല്ല, ശൗരിക്കുട്ടി സന്നിഹിതനായിരുന്ന ഭാഗത്തു നിന്നല്ല പാമ്പ് ഭീഷണി ഉണ്ടായത്. ഹാളിൻ്റെ മധ്യഭാഗത്തെ പാസേജിലായിരുന്നു ആദ്യം പാമ്പ് പ്രത്യക്ഷപ്പെട്ടത്. ആരോ പാമ്പ് എന്ന് നിലവിളിച്ചു പറഞ്ഞതോടെ ആളുകൾ പരിഭ്രാന്തരായി. എല്ലാവരും കസേരകളിൽ നിന്ന് എഴുന്നേറ്റു. അപ്പോഴേക്കും 4ഓ 5ഓ പാമ്പുകൾ കൂടി കസേരകൾക്ക് കീഴിലൂടെ പാസേജിലേക്ക് ഇഴഞ്ഞിറങ്ങി. അതോടെ ജനം കസേര വിട്ടെഴുന്നേറ്റ് പരക്കം പാഞ്ഞു. പലരും കസേരകൾ തട്ടിമറിച്ചുകൊണ്ട് ഓടി. മറിഞ്ഞ കസേരകളിൽ തട്ടിത്തടഞ്ഞ് പലരും വീണു. അതിനിടയിൽ കറണ്ട് പോവുകയും ചെയ്തു. പവർ കട്ട് കൊണ്ടല്ല കറണ്ട് പോയതെന്ന് പരിശോധനയിൽ വ്യക്തമായി. ഫ്യൂസ് കത്തിപ്പോയ നിലയിൽ കണ്ടെത്തി. സംഭവം അട്ടിമറിയാണെന്ന് വ്യക്തമായെങ്കിലും ആരാണ് അത് ചെയ്തത് എന്നതിന് യാതൊരു തെളിവും ലഭിച്ചില്ല. ഒരു പക്ഷേ ശൗരിക്കുട്ടി ആസൂത്രണം ചെയ്ത പദ്ധതിയായിരിക്കാമെന്ന് അനുമാനിക്കുകയല്ലാതെ ഒന്നും നിശ്ചയിച്ചുറപ്പിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. ബീച്ച് പോലീസ് ശൗരിക്കുട്ടിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. ശൗരിക്കുട്ടി ടൗണിലേക്ക് വന്നു ചേർന്ന സമയവും ഇരുന്ന സ്ഥലവും കണ്ട കാര്യങ്ങളും കൃത്യമായി പറഞ്ഞു. ശൗരിക്കുട്ടിയുടെ ഇരിപ്പിടത്തിന് സമീപത്തുള്ള കസേരകളിൽ ഉണ്ടായിരുന്നവരെ ചോദ്യം ചെയ്തപ്പോൾ അവൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് തെളിഞ്ഞു. പാമ്പിനെ കണ്ട സ്ഥലവും ശൗരിക്കുട്ടിയുടെ ഇരിപ്പിടവും തമ്മിൽ 25 അടിയോളം അകലമുണ്ടായിരുന്നു. പാമ്പുകൾ പ്രത്യക്ഷപ്പെട്ട ശേഷവും ശൗരിക്കുട്ടി ഇരുന്നിടത്ത് തന്നെ ഉണ്ടായിരുന്നുവെന്ന് ചോദ്യം ചെയ്യലിൽ തെളിഞ്ഞു. ബീച്ച് സ്റ്റേഷനിലെ SIയോട് മാരാരിക്കുളം CI എബ്രഹാം മാത്യു ഉറപ്പായി തന്നെ പറഞ്ഞു. അവനാണ് സൂത്രധാരൻ. അവനെല്ലാം പ്ലാൻ ചെയ്തു. ഒന്നുകിൽ അവൻ കൊട്ടേഷൻ കൊടുത്ത് ചെയ്യിച്ചു, അല്ലെങ്കിൽ അവൻ്റെ ടീമിലുള്ള മറ്റാരെങ്കിലും ചെയ്തു. പക്ഷേ തെളിവില്ല, ആരെയും പിടികിട്ടിയില്ല. ശൗരിക്കുട്ടിയാണെങ്കിൽ ചോദ്യം ചെയ്യലിൽ മനസ്സിടിയുന്നവനുമല്ല. എന്നാൽ അറക്കൽ ചാർലിക്കോ കാരക്കാട്ട് സൈമൺ തരകനോ ശൗരിയാണ് ആസൂത്രകൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. അറക്കൽ ചാർലിയും സൈമൺ തരകനും ഒത്തുകൂടി. പോലീസ് വിചാരിച്ച അവനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ചാർലി പറഞ്ഞു, എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും. ചാർലി തീരുമാനിച്ചോ? ഞാൻ എന്തിനും തയ്യാറാ. അവനെ തല്ലണോ? തല്ലാം. കൈയും കാലും തല്ലി ഒടിച്ചിട്ടാ മതിയോ? അങ്ങനെ ചെയ്യാം. കൊല്ലണോ? പറഞ്ഞാൽ മതി. അതിനും എനിക്ക് മടിയില്ല. നോവിച്ചു വിട്ട അപകടമാ. മനസ്സിൽ പകയുള്ളവനാ. എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അങ്ങ് തീർത്തു കളഞ്ഞേക്കണം. അതാ നല്ലത്. അവൻ എൻ്റെ മോളുടെ ദേഹത്ത് കൈവച്ചവനാ. അവളെയും എന്നെയും അപമാനിക്കാൻ വേണ്ടി അവൻ കരുതിക്കൂട്ടി ചെയ്തതാ എല്ലാം. എൻ്റെ മോളെ തൊട്ടവൻ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല. ചാർലി ഒടുങ്ങാത്ത പകയോടെ പറഞ്ഞു. സൈമൺ തരകൻ പല ഉപായങ്ങളും പറഞ്ഞെങ്കിലും ചാർലിക്ക് അതൊന്നും സ്വീകാര്യമായില്ല. ഒരു കാര്യത്തിൽ ചാർലിക്ക് നിർബന്ധമുണ്ട്. ശൗരിയെ കൊന്നതിൻ്റെ പേരിൽ ജയിലിൽ പോയി കിടക്കേണ്ടി വരരുത്. തെളിവുകൾ അവശേഷിപ്പിക്കരുത്. കടലിൽ വെച്ച് അവനെ തട്ടണം. അതാണെങ്കിൽ കൃത്യമായ സ്ഥലമില്ല, ദൃക്സാക്ഷികളില്ല. തെളിവുകൾ മായ്ച്ചു കളയാനും എളുപ്പം. ഞാൻ പലതവണ നോക്കിയതാ കടലിൽ വെച്ച് അവനെ പൂശിക്കളയാൻ. പക്ഷേ അവൻ്റെ ആയുസിൻ്റെ ബലം കൊണ്ട് ഓരോ തവണയും അവൻ രക്ഷപ്പെട്ടു. ഇത്തവണ അവൻ രക്ഷപ്പെടരുത്. എല്ലാ സന്നാഹങ്ങളോടും കൂടി വേണം പോകാൻ. എൻ്റെ മോൾ ഇന്നലെ രാത്രി തുടങ്ങിയ കരച്ചില്ല ഇപ്പോഴും നിർത്തിയിട്ടില്ല. അവൾക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. അവളുടെ ജീവിതം നശിപ്പിച്ചില്ലേ അവൻ? അവളെ വല്ലതും ചെയ്തോ? കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ സംഭവം അറിയാത്ത ആരുണ്ട് ഈ പ്രദേശത്ത്? തോട്ടപ്പള്ളി മുതൽ ചെല്ലാനം വരെ സകലരും അറിഞ്ഞു. ഇതിനിടയ്ക്ക് അന്തിപ്പത്രത്തിലും അച്ചടിച്ചു വന്നില്ലേ? അത് ഞാൻ കണ്ടില്ല.
സൈമൺ തരകന് ജിജ്ഞാസയായി. അതിൽ എല്ലാം വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ടൗൺ ഹാളിൽ കുഴപ്പമുണ്ടായെന്നും അറയ്ക്കൽ ചാർലി സേവ്യറിൻ്റെ മകളെ ശൗരി രക്ഷപ്പെടുത്തിയെന്നും ഗുരുതരമായി പരിക്കേറ്റ് ബോധം പോലും നഷ്ടപ്പെട്ട സോണിയ റോസിനെ തുമ്പോളി കടപ്പുറത്ത് കൊണ്ടുപോയി ശൗരി മർമ്മ ചികിത്സ ചെയ്ത് ബോധം തെളിച്ച് അറയ്ക്കൽ വീട്ടിൽ കൊണ്ടുവിട്ടെന്ന്. ആ പത്രത്തിനെതിരെ കേസ് കൊടുക്കാൻ പറ്റില്ലേ ചാർലി? അപമാനിച്ചെന്നല്ലല്ലോ എഴുതിയിരിക്കണത്, രക്ഷപ്പെടുത്തിയെന്നല്ലേ. അത് അപമാനമായി പോയെന്ന് പറയാൻ പറ്റുമോ? പോലീസിനൊക്കെ അറിയാവുന്നതല്ലേ. കാരക്കാട്ട് ബംഗ്ലാവിൽ റൂഫ് ഗാർഡനിലെ സ്വകാര്യതയിൽ വച്ചായിരുന്നു സംഭാഷണം. ശൗരിക്കുട്ടിയെ ജീവനോടെ അവശേഷിപ്പിക്കുന്ന ഒരു പ്രതികാര നടപടിക്കും അറയ്ക്കൽ ചാർലി തയ്യാറല്ല. ജീവൻ അവശേഷിക്കുന്നുണ്ടെങ്കിൽ നടുതളർന്നു കിടന്നാലും അവൻ തിരിച്ചടിക്കുമെന്ന കാര്യത്തിൽ ചാർലിക്ക് സംശയമില്ല. യുദ്ധത്തിൽ രാജാവിൻ്റെ തല കൊയ്തു കഴിഞ്ഞാൽ സൈന്യം തോൽവി സമ്മതിച്ച് കീഴടങ്ങുന്നതാണ് ചരിത്രപാഠം. സൈമൺ തരകൻ കടൽ കൊലയ്ക്ക് ഉപയോഗിക്കാൻ വേണ്ടി തൻ്റെ വള്ളങ്ങളെല്ലാം വിട്ടുകൊടുക്കാമെന്നേറ്റു. ശൗരി ഇടയ്ക്കിടെ കടലിൽ പോകാറുണ്ട്. അവൻ്റെ 3 വള്ളങ്ങളിൽ ഏതെങ്കിലും ഒരു വള്ളത്തിലായിരിക്കും കയറുക. അന്നേ ദിവസം തന്നെ സൈമൺ തരകൻ്റെ 5 വള്ളങ്ങൾ ശൗരിയെ പിന്തുടർന്നു പോവുക. രാത്രി കടലിൽ വെച്ച് നടത്തുന്ന ആക്രമണത്തിന് തെളിവുണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. 5 വള്ളങ്ങളിലും കൂടി 50ഓളം പേരുണ്ടാവും. ശൗരിയുടെ വള്ളത്തിൽ കൂടിയാൽ 10-12 പേരേ ഉണ്ടാവൂ. വേണമെങ്കിൽ നമുക്ക് ആൻ്റപ്പൻ പീറ്ററെ കൂടി കൂട്ടുപിടിക്കാം, സൈമൺ തരകൻ അഭിപ്രായപ്പെട്ടു. അയാൾ നമ്മുടെ ലെവലിലുള്ള ആളല്ലല്ലോ, പുതുപ്പണക്കാരനല്ലേ. കുറച്ച് പൈസ ഉണ്ടായെന്ന് വെച്ച് നമ്മുടെ തറവാടിത്തവും അന്തസ്സും ഒന്നുമില്ല. നമ്മൾ കാര്യങ്ങളൊന്നും അയാളോട് പറയണ്ടെന്ന് ശൗരിക്ക് ഒരു തിരിച്ചടി കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ കൂടിക്കോ. എനിക്ക് അയാളോട് അത്ര പരിചയം പോരാ. അയാളുമായിട്ട് സൈമൺ സംസാരിച്ചാൽ മതി. ശൗരിക്കുട്ടിയെ തകർക്കാനുള്ള പദ്ധതിക്ക് അടുത്ത വട്ടം ചർച്ചയിൽ അന്തിമ രൂപം കൊടുക്കാമെന്ന ധാരണയിൽ അറയ്ക്കൽ ചാർലിയും സൈമൺ തരകനും തൽക്കാലം പിരിഞ്ഞു. മെഡിക്കൽ ചെക്കപ്പിനായി റോസ്മേരിയുമൊത്ത് തിരുഹൃദയ ഹോസ്പിറ്റലിൽ പോയിരിക്കുകയായിരുന്നു സോണിയ റോസ്. ഗൈനക്കോളജി ഡോക്ടർ ആനി ജോസഫ് ചെക്കപ്പിന് ശേഷം സോണിയയോട് പറഞ്ഞു, ദേഹം മുഴുവൻ നല്ലപോലെ പരിക്കേറ്റിട്ടുണ്ടല്ലോ, പക്ഷേ അതെല്ലാം പെട്ടെന്ന് ഭേദപ്പെട്ട പോലെ തോന്നിക്കുന്നു. ടൗൺ ഹാളിൽ വെച്ച് പരിക്കേറ്റ 4 പേഷ്യൻസ് ഇവിടുണ്ട്. ഇതുപോലെ തന്നെ ചവിട്ടേറ്റവരാ. അവർക്ക് വേദന കൊണ്ട് അനങ്ങാൻ വയ്യ. മുതുകിലും തോളിലും കാലിലുമൊക്കെ ചവിട്ടേറ്റെടുത്ത് നീരുകെട്ടി ബ്ലഡ് കോട്ടായി കിടക്കുന്നു. സോണിയയുടെ ഇഞ്ചുറീസ് എല്ലാം പെട്ടെന്ന് മൈൽഡായ പോലെയാണ്. സെയിം ഇഞ്ചുറിയും പെയിനും സോണിയയ്ക്കും ഉണ്ടാവേണ്ടതാണല്ലോ. ഞാൻ പ്രസ് ചെയ്ത് നോക്കിയിട്ട് പോലും അത്ര പെയിൻ ഫീൽ ചെയ്യുന്നില്ലെന്നല്ലേ പറഞ്ഞത്? അത് ശരിയാ, സോണിയ റോസ് സമ്മതിച്ചു. എന്തോ മെഡിക്കേഷൻ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു, ആനി ജോസഫ് സംശയത്തോടെ പറഞ്ഞു. അപ്പോൾ തന്നെ മസാജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ സി, അങ്ങനെ വരട്ടെ. ആര് മസാജ് ചെയ്തു? മർമ്മ ചികിത്സ അറിയാവുന്ന ആളാ. എന്തോ ഒരു ഓയിൻമെൻറ്റ് പുരട്ടി തിരുമ്മിന്നാണ് പറഞ്ഞത്. അതാണ് സംഗതി. കഴുത്തിലെ ഇഞ്ചുറി കുഴപ്പമായേനെ. അവിടെ ഇപ്പോഴും നീലനിറം മാറിയിട്ടില്ല. വെയിൻ ചതഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ വേദനയില്ലല്ലോ? ഇല്ല, കഴുത്ത് തിരിക്കുമ്പോൾ ഒരു ചെറിയ പെയിൻ, അത്രയുള്ളൂ. അങ്ങനൊരാളെ തക്ക സമയത്ത് കിട്ടിയത് നന്നായി. ഇനി മെഡിസിൻ്റെ ആവശ്യമൊന്നുമില്ല. കഴുത്തിൻ്റെ വശത്ത് 1-2 തവണ ആവി കൊള്ളുന്നത് നല്ലതാ. അതുപോലെ ഒന്നുകൂടി മസാജ് ചെയ്താൽ തീരുന്ന പ്രശ്നമേയുള്ളൂ, ആനി ജോസഫ് പറഞ്ഞു. ഡോക്ടറോട് നന്ദി പറഞ്ഞ് സോണിയ റോസ് പുറത്തിറങ്ങി. പോകാം മമ്മി, പുറത്തു കാത്തിരുന്ന റോസ്മേരിയോട് സോണിയ റോസ് പറഞ്ഞു. മെഡിസിനൊന്നുമില്ലേ? ഇല്ല. ഡോക്ടർ എന്താ പറഞ്ഞത്? മസാജ് ചെയ്തയാളെ വിളിച്ച് ഒന്നുകൂടെ ചെയ്യിക്കാൻ, കുസൃതി ചിരിയോടെ സോണിയ റോസ് പറഞ്ഞു. പോടി അവിടുന്ന്, ഒരു കാര്യം ചോദിക്കുമ്പോൾ പെണ്ണിന് കളി, റോസ്മേരി ശാസിച്ചു. എൻ്റെ മമ്മി, ടൗൺ ഹാളിൽ വെച്ച് പരിക്കേറ്റ 4 പേര് ഇവിടെ അഡ്മിറ്റാണ്. അവർക്ക് നല്ല പണി കിട്ടി. അനങ്ങാൻ പോലും വയ്യ. എനിക്കും അത്രയൊക്കെ ചവിട്ട് കിട്ടിയിട്ടും ഞാനിങ്ങനെ കുഴപ്പമില്ലാതെ ഇരിക്കുന്നത് കണ്ടിട്ട് ഡോക്ടർക്ക് സംശയം. ഇത്ര പെട്ടെന്നൊരു ഹീലിംഗ് എങ്ങനെ സംഭവിച്ചുവെന്ന് ചോദിച്ചു. എന്നിട്ട് നീ എന്തു പറഞ്ഞു? മർമ്മ ചികിത്സ അറിയാവുന്ന ഒരു വൈദ്യൻ അപ്പം തന്നെ മസാജ് ചെയ്തെന്ന്. അതെന്തിനാ നീ അങ്ങനെ പറയാൻ പോയത്? ഡോക്ടറോട് കള്ളം പറയാൻ പറ്റുമോ മമ്മി? അവർക്ക് മനസ്സിലായി എന്തോ പൊടിക്കൈ പ്രയോഗിച്ചിട്ടുണ്ടെന്ന്. മസാജ് ചെയ്തത് ആരാണെന്ന് നീ പറഞ്ഞു കൊടുത്തോ? ഇല്ല, പറയണമായിരുന്നോ? റോസ്മേരി ദേഷ്യത്തിൽ അവളെ നോക്കി. നിനക്കെന്താടി ഒരിളക്കം? മമ്മിയുടെ ദേഷ്യം കാണാൻ നല്ല രസം. നിനക്കെല്ലാം രസമാണല്ലേ? പപ്പ എന്തിനാണ് കാരക്കാട്ട് ബംഗ്ലാവിലേക്ക് പോയിരിക്കുന്നതെന്ന് നിനക്കറിയോ? എന്തിനാണ്? ശൗരിക്ക് നല്ലൊരു തിരിച്ചടി കൊടുക്കുന്ന കാര്യം സൈമൺ ചേട്ടനുമായി ആലോചിക്കാൻ വേണ്ടിയാ. അതെന്തിനാ മമ്മി? നിനക്കറിഞ്ഞുകൂടെ? നിന്നെ അപമാനിച്ചില്ലേ ആ തെമ്മാടിപ്പോക്കിരി? ഇല്ല മമ്മി, ഇപ്പം മെഡിക്കൽ ചെക്കപ്പും കഴിഞ്ഞല്ലോ. എന്നെ ഒന്നും ചെയ്തിട്ടില്ല. അവൻ കാണിച്ചത് ചെറ്റത്തരമല്ലേ?
നീയൊന്ന് ആലോചിച്ചു നോക്ക്. പക്ഷെ മമ്മി, അത് എന്നെ സുഖപ്പെടുത്താൻ വേണ്ടിയല്ലേ? അതിൻ്റെ ഗുണം എനിക്ക് കിട്ടിയല്ലോ. അതൊക്കെ അവൻ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തു വെച്ചതാ. അവൻ കാരണമല്ലേ എല്ലാം. അവർ സന്ദർശകർക്കുള്ള പാർലർ കടന്ന് ഹോസ്പിറ്റലിൻ്റെ മുറ്റത്തേക്കിറങ്ങി. അവിടെ പാർക്ക് ചെയ്തിരുന്ന കാറിനടുത്തെത്തി. അതിനോട് ചേർന്ന് പാർക്ക് ചെയ്തിരുന്ന കാറിൻ്റെ ഡോർ തുറന്ന് ഒരാൾ ഇറങ്ങി. അയാളെ കണ്ടതും സോണിയ റോസ് ഞെട്ടി. ശൗരിക്കുട്ടി. അവൻ സോണിയയുടെ നേർക്ക് വന്നു. അധികാരസ്വരത്തിൽ ചോദിച്ചു, ഡോക്ടറെ കണ്ടോ? ഉവന്ന് സോണിയ തലയാട്ടി. ചെക്കപ്പ് നടത്തിയോ? ഇയാളാരാ ചോദിക്കാൻ? റോസ്മേരി തട്ടിക്കയറി. ഞാൻ സോണിയയോടാണ് ചോദിച്ചത്. ശൗരിക്കുട്ടി വീണ്ടും സോണിയയെ നോക്കി. സോണിയ തലയാട്ടുകയും മൂളുകയും ചെയ്തു. കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. ഡോക്ടർ മരുന്ന് വല്ലതും തന്നോ? ഇല്ല. എന്തു പറഞ്ഞു? പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. എല്ലാം മനസ്സിലായല്ലോ. ഞാൻ വേണ്ട സമയത്ത് വേണ്ടതെല്ലാം ചെയ്തിട്ടാ നീ ഇപ്പോൾ എണീറ്റ് നിൽക്കുന്നതും നടക്കുന്നതും. മോളെ, നീ കാറിലോട്ട് കയറ്, റോസ്മേരി മകളോട് കൽപ്പിച്ചു. അവൾ കയറാൻ ഭാവിച്ചപ്പോൾ ശൗരിക്കുട്ടി വിളിച്ചു, നിക്ക്. രാത്രി കുളിക്കുന്നതിന് മുൻപ് ഒരു സ്പൂൺ മുറിവെണ്ണ ചൂടാക്കി ദേഹമാസകലം പുരട്ടി ചെറുതായി മസാജ് ചെയ്യണം. അമ്മയുണ്ട് കൂടെ. അമ്മയെക്കൊണ്ട് ചെയ്യിക്കണം. ഇല്ലെങ്കിൽ തന്നെത്താൻ ചെയ്യണം. എല്ലാം മാറിക്കോളും. ശരി, പൊയ്ക്കോ. സോണിയ റോസ് ഡോർ തുറന്ന് അകത്തേക്ക് വലതുകാൽ വെച്ചു. ഒരു താങ്ക്സ് പറഞ്ഞിട്ട് പോടി. നീ പഠിച്ച പെണ്ണല്ലേ? ശൗരിക്കുട്ടി പറഞ്ഞു. ഒന്ന് പതറിയ ശേഷം സോണിയ റോസ് മുഖത്തു നോക്കാതെ പറഞ്ഞു, താങ്ക്സ്. റോസ്മേരിയാണ് ഡ്രൈവിംഗ് സീറ്റിൽ. റോസ്മേരി കാർ സ്റ്റാർട്ട് ചെയ്ത് ഹോസ്പിറ്റൽ ഗേറ്റിന് പുറത്തിറക്കി. നീ എന്തിനാ അയാളോട് സംസാരിക്കാൻ പോയത്? അവർ മകളെ ശാസിച്ചു. സംസാരിച്ചില്ലെങ്കിൽ അയാൾക്ക് ദേഷ്യം വന്നെങ്കിലോ? അയാൾ ദേഷ്യപ്പെട്ട നിനക്കെന്താ? അവിടെയുള്ളവരൊക്കെ ശ്രദ്ധിക്കില്ലേ മമ്മി? വെറുതെ എന്തിനാ ഒരു പ്രശ്നമുണ്ടാക്കുന്നേ? അയാൾക്ക് എന്ത് കാര്യം നിന്റെ സുഖവിവരം അന്വേഷിക്കാൻ? അയാളല്ലേ എന്നെ രക്ഷിച്ചത്, അതുകൊണ്ടായിരിക്കും. അയാൾ നിന്നെ രക്ഷിച്ചോ? ശിക്ഷിക്കുകയല്ലേ ചെയ്തത്? പണ്ട് കടലിൽ നിന്ന് രക്ഷിച്ചത് അയാളല്ലേ? അത് ഇയാളല്ല, അതൊരു കുട്ടിയായിരുന്നു. ആ കുട്ടി വലുതായതാണ് മമ്മി ഇയാള്. നീ അയാളോട് സംസാരിക്കേണ്ട യാതൊരു കാര്യവുമില്ലായിരുന്നു. അയാൾ ചോദിച്ചതിനൊക്കെ നീ മറുപടി പറഞ്ഞത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. നമുക്കൊരു മര്യാദയില്ലേ മമ്മി? അത് മര്യാദക്കാരോട് മാത്രം മതി. അവനെപ്പോലെയുള്ള തെമ്മാടികളോടല്ല. അവൻ്റെ ഒരു നോട്ടവും ഭാവവും നിൽപ്പും ചോദ്യവും പറച്ചിലും അവൻ്റെ ഭാര്യയാണെന്ന മട്ടിലല്ലേ? അത് ശരിയാ, എനിക്കും തോന്നി. വലിയ അധികാരമുള്ള മട്ടില്ല. അവന് കൊടുത്തോളും സൈമൺ ചേട്ടനും പപ്പയും എല്ലാവരും കൂടി. കാർ തോണ്ടൻകുളങ്ങര ജംഗ്ഷനിൽ പിന്നെ ഇടത്തേക്ക് തിരിഞ്ഞ് കോടതി ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരുന്നു. മമ്മി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? ഈ ശൗരി സൈമൺ അങ്കിളിൻ്റെ മകനാണെന്ന് കേട്ടത് ശരിയാണോ മമ്മി? ആര് പറഞ്ഞു നിന്നോട്? പറഞ്ഞതാരെങ്കിലും ആയിക്കോട്ടെ, സംഗതി സത്യമാണോ? എനിക്കറിഞ്ഞുകൂടാ. മമ്മി കള്ളം പറയരുത്. അങ്ങനെ ചിലതൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്. കേൾക്കുന്നതെല്ലാം വിശ്വസിക്കണമെന്ന് നിർബന്ധമില്ലല്ലോ. ശൗരിയെ കണ്ടാലും തോന്നും സൈമൺ അങ്കിളിൻ്റെ ഒരു ലക്ഷണമൊക്കെ ഉണ്ട്. ആ പൊക്കവും തലയെടുപ്പും നെഞ്ചു തള്ളിയുള്ള നടപ്പും പരുപരുത്ത ശബ്ദവും പിന്നെ ആ കണ്ണുകൊണ്ടുള്ള നോട്ടവും. മിണ്ടാതിരിക്കു പെണ്ണെ. നീ എന്തിനാ അവൻ്റെ രൂപവും ഭാവവും ഒക്കെ വർണ്ണിക്കുന്നേ? അവൻ കാട്ടുപോത്തിനെ പോലെ ഇരിക്കട്ടെ, നമുക്കെന്താ? ഡാൻഡസിനെ കണ്ട സൈമൺ അങ്കിളിൻ്റെ ഒരു ലക്ഷണവുമില്ല. നല്ലപോലെ വെളുത്ത് തുടുത്ത് സുന്ദരനല്ലേ? എന്തു സോഫ്റ്റാ സംസാരവും പെരുമാറ്റവും എല്ലാം. അത് ആ എൽസമ്മ ചേച്ചിയുടെ ഷേപ്പാ. മഞ്ഞ നിറവും കിട്ടിയിട്ടുണ്ട്. കാർ കോടതിപ്പാലം കടന്ന് വലത്തോട്ട് തിരിഞ്ഞ് പ്രൈവറ്റ് സ്റ്റാൻഡിന് മുന്നിൽ കൂടിയുള്ള റോഡിലൂടെ പോയിക്കൊണ്ടിരുന്നു. ഇടയ്ക്ക് മകളുടെ നേർക്ക് മുഖം തിരിച്ചു നോക്കിയിട്ട് റോസ്മേരി ചോദിച്ചു, എന്താ ഇത്ര വലിയ ആലോചന? മമ്മി, മുറിവെണ്ണ എവിടെയാ കിട്ടുന്നേ? ഏതെങ്കിലും ആയുർവേദ മരുന്ന് ഷോപ്പിൽ ചോദിച്ചാൽ മതി. എന്തിനാ? ശൗരി പറഞ്ഞത് മമ്മി കേട്ടില്ലായിരുന്നോ? മുറിവെണ്ണ വാങ്ങിയിട്ട് ചൂടാക്കി മസാജ് ചെയ്യാൻ. അവനങ്ങനെ പലതും പറയും. എനിക്ക് വേഗം സുഖമാകാൻ വേണ്ടി പറഞ്ഞതല്ലേ മമ്മി? റോസ്മേരി മിണ്ടിയില്ല. അയാൾ എവിടുന്ന് മർമ്മ ചികിത്സയൊക്കെ പഠിച്ചെന്നാ ഞാൻ ആലോചിക്കുന്നേ, അതും ഈ ചെറിയ പ്രായത്തിൽ. ഇനി നീ അവൻ്റെ പേര് മിണ്ടിപ്പോകരുത്. ഓക്കെ, നിർത്തി. ആയുർവേദ മരുന്ന് കടയ്ക്ക് മുന്നിൽ കാർ നിർത്തിച്ച് മുറിവെണ്ണ വാങ്ങിക്കൊണ്ടാണ് സോണിയ റോസ് വീട്ടിലേക്ക് മടങ്ങിയത്. വൈകുന്നേരം കുളിക്കുന്നതിന് മുൻപ് അവൾ ഒരു സ്പൂൺ മുറിവെണ്ണ ഒരു സ്റ്റീൽ ബൗളിലെടുത്ത് ചൂടാക്കി അതുമായി ബാത്റൂമിൽ കയറി. ദേഹമാസകലം മുറിവെണ്ണ പുരട്ടി തടവുമ്പോൾ അവൾക്ക് ശൗരിക്കുട്ടിയെ ഓർമ്മ വന്നു. അവൾ തൻ്റെ ഉടലിലേക്ക് കണ്ണുഅടിച്ചു. ശൗരിക്കുട്ടിയുടെ പരുക്കൻ വിരലുകൾ സഞ്ചരിച്ച ശരീരമാണിതെന്ന ഓർമ്മയിൽ അവൾ ഒരു നിമിഷം ചൂളിപ്പോയി. വഷളൻ, ദുഷ്ടൻ, കശ്മലൻ. അവൾ ഡ്രസ്സെടുത്ത് തൻ്റെ ശരീരം മറച്ചു പിടിച്ചു. 6 വള്ളങ്ങൾ, ആകെ 48 പേർ. പൊഴിയൂരിൽ നിന്നും കന്യാകുമാരിയിൽ നിന്നും പണം കൊടുത്ത് ആളുകളെ എത്തിച്ചിട്ടുണ്ട്.
കാരക്കാട്ട് ബംഗ്ലാവിൽ എന്തിനും സജ്ജരായി കുറച്ചുപേർ കാത്തുനിൽപ്പുണ്ട്. 6-ൽ 2 വള്ളം തോട്ടപ്പള്ളിയിൽ നിന്ന് വരും. 2 ഓമനപ്പുഴയിൽ നിന്ന്, ബാക്കി 2 ചെല്ലാനത്ത് നിന്ന്. ചെല്ലിക്കടപ്പുറത്ത് നിന്ന് ഫോൺ വിളി വരേണ്ട താമസമേയുള്ളൂ പുറപ്പെടാൻ. 5:30 മണിക്ക് കോൾ വന്നു. ശൗരിക്കുട്ടി കടലിലിറങ്ങി. ദേവമാത എന്ന വള്ളത്തിലാണ്. ശൗരിക്കുട്ടിയടക്കം 9 പേരുണ്ട്. കാരക്കാട്ട് ബംഗ്ലാവിൻ്റെ ഔട്ട് ഹൗസിൽ നിന്ന് ചെല്ലാനത്തേക്കും തോട്ടപ്പള്ളിയിലേക്കും കോളുകൾ പാഞ്ഞു. ഔട്ട് ഹൗസിലുണ്ടായിരുന്നവർ മഹീന്ദ്ര പിക്കപ്പിൽ ഓമനപ്പുഴയ്ക്ക് തിരിച്ചു. എല്ലായിടത്തേക്കും ഫോൺ വിളിച്ച് കാര്യവിവരങ്ങൾ അറിയിച്ചും അറയ്ക്കൽ ചാർലിയും സൈമൺ തരകനും ഔട്ട് ഹൗസിലിരുന്നു. സന്ധ്യ ഇരുണ്ടപ്പോൾ ആൻഡപ്പൻ പീറ്ററും എത്തിച്ചേർന്നു. കടലിൽ ഏതാണ്ട് 12 ഭാഗം ആഴം വരുന്ന ഭാഗത്ത് ശൗരിയുടെ വള്ളം കണ്ടതായി രാത്രി 8 മണിക്ക് സൈമൺ തരകന് വിവരം കിട്ടി. അധ്യായം 11. മീൻപിടുത്തക്കാരൻ്റെ ഭാഷയിൽ കടൽ കരിഞ്ഞു കിടക്കുകയാണ്. വള്ളവും വലയുമായി കടലിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നവൻ വെറും കൈയോടെയാണ് തിരിച്ചെത്തുന്നത്. അപൂർവം ചില വള്ളങ്ങൾക്ക് കരിനന്ദനോ വട്ടമത്തിയോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയാലായി. കടല് കരിയുമ്പോഴാണ് കരിനന്ദൻ വിളയുന്നതെന്നാണ് മുക്കുവൻ്റെ ഭാഷ്യം. കടലിലെ വറുതിക്ക് കാരണം കടലമ്മ കനിയാത്തതാണെന്നാണ് അവൻ്റെ വിശ്വാസം. ഓരോ വള്ളത്തിലും പോകുന്ന 10-12 പണിക്കാരുടെ ചെലവ് കാശോ മണ്ണെണ്ണ കാശോ പോലും കിട്ടാത്ത ദിവസങ്ങളാണ് മിക്കതും. പണ്ട് കര കാണാത്ത കടലിലോട്ട് മീൻ തേടി പോകണ്ട. 10 ഭാഗത്തിനകത്ത് മീൻ കോരിയെടുക്കാരുന്ന്. ഇപ്പം ഇവിടാണ് ചാകര. ചെമ്മീൻ ചാകര കണ്ട കാലം മറന്നു. കടലമ്മ കനിയാണ്ട് ആരും രക്ഷപ്പെടാൻ പോണില്ല. ആരോടെന്നില്ലാതെ പത്രോസ് ചേട്ടൻ പിറുപിറുത്തുകൊണ്ടിരുന്നു. ഇതിനിടയ്ക്ക് 2 കുഞ്ഞന്ന വലയിട്ട് നോക്കി. കറിക്കുള്ള മീൻ പോലും കിട്ടിയില്ല. ശൗരിക്കുട്ടിയുടെ വരമൊക്കെ പോയോ? എസ്തപ്പൻ ചെറുചിരിയോടെ ചോദിച്ചു. കടലമ്മ കനിയാത്തതല്ല ചേട്ടാ. കടലും കടലമ്മയും അന്നും ഇന്നും ഒന്ന് തന്നെയാ. പക്ഷെങ്കിൽ മനുഷ്യന്മാരുടെ എണ്ണം അന്നത്തേതിൻ്റെ 4 ഇരട്ടിയായി. 4 ഇരട്ടി മീൻ എവിടെ കിടക്കണു? കടലും മീനും 4 ഇരട്ടി പെരുകണമെന്ന് വെച്ചാൽ എങ്ങനെ പെരുകും? മീൻ പിടിക്കുന്ന വള്ളങ്ങൾ, ബോട്ടുകൾ എണ്ണം എത്ര ഇരട്ടിയായി? ഏതെല്ലാം തരത്തിലുള്ള വലകളാ? മീൻ പിടിക്കണ കപ്പലുകൾ വരെയില്ലേ? നമ്മൾ മീൻ തിന്നണതിനൊപ്പിച്ച് കടലിൽ മീനുണ്ടാകുമോ? നമ്മൾ കോരണ മുറയ്ക്ക് പിന്നെയും കടലിൽ മീൻ വന്ന് നിറയണമെന്ന് വെച്ചാൽ ഇതെന്താണ്? ആകാശത്തിന് കുടഞ്ഞിടാൻ പറ്റുമോ? അത് ശരിയാണ് കേട്ടോ. നമ്മളെല്ലാം കാണണം. അന്നത്തെ മാതിരിയാണോ ഇന്ന് മീൻ തിന്നണത്? പത്രോസ് ചേട്ടൻ പറഞ്ഞു. അന്നൊക്കെ 5-6 മത്തി മുറിച്ച് കറി വെച്ച ഒരു കുടുംബം മുഴുവൻ അതുകൊണ്ട് ചോറുണ്ണും. ഇന്ന് ഓരോരുത്തർക്കും വേണം 5-6 എണ്ണം. എല്ലാവർക്കും കൊതി തീരെ തിന്നണം. കടലിനോട് ചോദിച്ചാൽ കടൽ എവിടുന്ന് എടുത്തു തരാനാ? കുഞ്ഞന്ന വള്ളത്തിന് ആകെ കിട്ടിയത് കുറച്ച് വട്ടമത്തിയാണ്. മീൻ കിട്ടണമെങ്കിൽ പുറംകടലിൽ പോകണമെന്നതാണ് സ്ഥിതി. ആദ്യം വടക്കോട്ട് നീങ്ങാനായിരുന്നു ശൗരിക്കുട്ടിയുടെ പ്ലാൻ. അതിനിടയ്ക്ക് ഒരു കോൾ ശൗരിക്കുട്ടിയുടെ ഫോണിലേക്ക് വന്നു. വലക്കള്ളിയുടെ ഭാഗത്തേക്ക് മാറി നിന്ന് ശൗരിക്കുട്ടി ഫോൺ അറ്റൻഡ് ചെയ്തു. കുഞ്ഞന്ന പോകുന്ന വഴിക്ക് കുറേ സമയമായി ചില വള്ളങ്ങൾ നീങ്ങുന്നുണ്ടെന്ന അറിയിപ്പായിരുന്നു ആ ഫോൺ കോൾ. ശൗരിക്കുട്ടി കടലിൽ പോകുമ്പോഴെല്ലാം ചെല്ലാനത്ത് നിന്നോ വൈപ്പിനിൽ നിന്നോ ഒരു ബോട്ട് കടലിലിറങ്ങും. ശൗരിക്കുട്ടിയുടെ നിർദ്ദേശമനുസരിച്ചാണ് അത്. തൻ്റെ ശത്രുക്കൾ പ്രബലന്മാരാണെന്നും ഏറ്റവും അനുകൂലമായ സാഹചര്യം നോക്കി അവർ ആഞ്ഞടിക്കുമെന്നും ശൗരിക്കുട്ടിക്ക് ഉത്ബോധമുണ്ട്. ശത്രുക്കൾ വളഞ്ഞാൽ കടലിൽ ഓടിയൊളിക്കാൻ സ്ഥലമില്ല. ഫോൺ കോൾ വന്ന ശേഷം ശൗരിക്കുട്ടി വള്ളക്കാരോട് കുഞ്ഞന്നയെ തെക്കോട്ട് വിടാൻ നിർദ്ദേശിച്ചു. നമ്മൾ വടക്കോട്ട് പോകാനല്ലേ ഇറങ്ങിയത്? പത്രോസ് മൂപ്പൻ സംശയം പ്രകടിപ്പിച്ചു. ആണ്, പക്ഷേ ഇപ്പോൾ തെക്ക് മീനുണ്ടെന്ന് നമ്മുടെ ചില ആൾക്കാർ വിളിച്ചു പറഞ്ഞു. ശൗരിക്കുട്ടി വെളിപ്പെടുത്തി. നീണ്ടകര ഭാഗത്തേക്ക് വള്ളം പോയിക്കൊണ്ടിരുന്നു. മണ്ണെണ്ണയുണ്ടല്ലോ ആവശ്യത്തിന്? ശൗരിക്കുട്ടി ചോദിച്ചു. ഉണ്ട്. പത്രോസ് ചേട്ടനാണ് മണ്ണെണ്ണയുടെ ചുമതല. സംശയകരമായ സാഹചര്യത്തിൽ കാണപ്പെട്ട ബോട്ടുകൾ ഗതിമാറ്റി തെക്കോട്ട് തിരിഞ്ഞതായി ശൗരിക്കുട്ടിക്ക് മെസ്സേജ് കിട്ടി. ഇന്ന് വല്ലതും നടക്കും ലാലിച്ച, ശൗരിക്കുട്ടി അമരക്കാരനോട് പറഞ്ഞു. ഇതിനിടെ രാത്രിയായി. ശൗരിക്കുട്ടി വല നീട്ടാൻ സമ്മതിക്കാത്തതിനാൽ ആളുകൾ പരസ്പരം പിറുപിറുത്തു. ഇങ്ങനെ പോയാൽ ഇതെവിടെ ചെന്ന് നിൽക്കും? മീൻ പിടിച്ച് നേരം വെളുക്കുമ്പോൾ കരക്കെത്തിക്കണ്ടേ? ശൗരിക്കുട്ടി എന്തോ നിശ്ചയിച്ചിട്ടുണ്ട്. വീണ്ടും അറിയിപ്പ് വന്നു. ശൗരിക്കുട്ടിയുടെ വള്ളം പോകുന്ന വഴി നീങ്ങുന്നത് 6 വള്ളങ്ങൾ. 6ഉം ചെല്ലിക്കടപ്പുറത്തെ വള്ളങ്ങളല്ല. വള്ളങ്ങളുടെ പേര് കടലാസ് ഒട്ടിച്ച് മറച്ചിരിക്കുകയാണ്. അപ്പം കരുതി കൂട്ടിയാണ്. ശൗരിക്കുട്ടി സ്വയം മന്ത്രിച്ചു. ശൗരിക്കുട്ടിയുടെ നിർദ്ദേശാനുസരണം വള്ളത്തിൻ്റെ വേഗം കുറച്ചു. വല നീട്ടണോ? പത്രോസ് ചേട്ടൻ ചോദിച്ചു. ഇപ്പോൾ വേണ്ട, ഒരു വള്ളം വരാനുണ്ട്. അത് വന്നിട്ട് വലയിടാം, ശൗരിക്കുട്ടി പറഞ്ഞു. കാര്യമെന്തെന്ന് ആർക്കും മനസ്സിലായില്ല. വേഗം കുറച്ച് തെക്ക് പടിഞ്ഞാറായി വള്ളം നീങ്ങിക്കൊണ്ടിരുന്നു. കുറച്ചുകൂടെ പടിഞ്ഞാറ് വെച്ചാലോ? ജോണപ്പൻ ചോദിച്ചു. ഫോണിൽ റേഞ്ച് കിട്ടണം.
ഇല്ലെങ്കിൽ കുഴപ്പമാ, ശൗരിക്കുട്ടി പറഞ്ഞു. 11:30 മണി കഴിഞ്ഞു. മുന്നിലും പുറകിലും എഞ്ചിൻ വെച്ച ഒരു വള്ളം കുഞ്ഞന്ന വള്ളത്തിന് നേർക്ക് വരുന്നുണ്ടായിരുന്നു. അതിൻ്റെ വേഗം കുറഞ്ഞു. ശൗരിക്കുട്ടി ഫോൺ പോക്കറ്റിൽ തിരുകി മറ്റേ വള്ളം വേഗം കുറഞ്ഞ് കുഞ്ഞന്നയോട് ഉരുമി നിന്നു. ആ വള്ളത്തിലുണ്ടായിരുന്നവരെ കുഞ്ഞന്നയിലുണ്ടായിരുന്നവർക്ക് മനസ്സിലായി. വേറെ ഏതോ കടപ്പുറത്തു നിന്നുള്ള ഇരുണ്ട മനുഷ്യർ. നിങ്ങൾ വല നീട്ടിക്കോ, ഞാനിപ്പോൾ തന്നെ വരാം. ശൗരിക്കുട്ടി പേരില്ല വള്ളത്തിലേക്ക് ചാടിക്കയറി. ഉടൻ തന്നെ വള്ളം വിട്ടുപോവുകയും ചെയ്തു. ആ പോക്കത്ര ശരിയല്ലല്ലോ, പത്രോസ് ചേട്ടൻ പറഞ്ഞു. ആരാ അവരൊക്കെ? ഏതാ വള്ളം? നമ്മൾ കണ്ടിട്ടില്ലല്ലോ. നമ്മുടെ അവിടുത്തെ കടപ്പുറങ്ങളിലുള്ളതല്ല. അവരെന്തിനാണ് വന്നത്? ശൗരിക്കുട്ടി അവരുടെ കൂടെ എങ്ങോട്ടാണ് പോയത്? അതും ഈ നട്ടപ്പാതിരിക്ക്. എങ്ങനെ അവർ നമ്മളെ കണ്ടുപിടിച്ചു? ജോണപ്പന് എല്ലാ സംശയങ്ങളാണ്. നമ്മളതൊന്നും നോക്കണ്ട, നമുക്ക് വല നീട്ടാം. ബാക്കിയുണ്ടായിരുന്നവർ വല കടലിലിറക്കാനുള്ള നടപടി തുടങ്ങി. ഏതാണ്ട് 450 മീറ്റർ നീളത്തിൽ ഉടക്കുവല വിരിച്ച് അവർ വള്ളത്തിൽ കാത്തുകിടന്നു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ചില വള്ളങ്ങളുടെ വെളിച്ചം തങ്ങളുടെ വള്ളത്തിന് സമീപത്തേക്ക് വരുന്നതായി അവർക്ക് തോന്നി. ചക്രവാളത്തിന് കീഴെ വെളിച്ചത്തിൻ്റെ പൊട്ടുകൾ ഏറെയുണ്ടായിരുന്നു. അവ മിന്നുകളെപ്പോലെ തെളിയുകയും മറയുകയും ചെയ്തു. കടലിൻ്റെ അപാരതയിലൂടെ നീന്തുന്ന 100 കണക്കിന് വള്ളങ്ങളിലെ വെളിച്ചമാണത്. പക്ഷേ ഇപ്പോൾ കാണുന്നത് 4 ഭാഗത്തു നിന്നുമായി തങ്ങളുടെ നേർക്ക് വരുന്ന വള്ളങ്ങളിലെ വെളിച്ചമാണ്. അവന്മാര് നമ്മുടെ വല നശിപ്പിക്കോ? എസ്തപ്പാൻ ആശങ്കപ്പെട്ടു. അവന്മാർക്കെന്താ, കണ്ണില്ലേ? പൊന്തുകിടക്കണത് കാണാലോ. വലയെ വന്ന് കയറിയ അവരുടെ ഇഞ്ചൻ പോക്ക, പത്രോസ് ചേട്ടൻ പറഞ്ഞു. 2 വള്ളങ്ങൾ ഇരുവശത്തു നിന്നുമായി വന്നെടുത്തു. പൊന്തു നോക്കി ഒഴിവെടുത്താണ് വന്നത്. ആരടാ അത്? പത്രോസ് ചേട്ടൻ ഉറക്കെ വിളിച്ചു ചോദിച്ചു. വള്ളങ്ങൾക്ക് പേരില്ല. പ്ലാസ്റ്റിക് കടലാസ് ഒട്ടിച്ച് മറച്ചിരിക്കുന്നു. വള്ളങ്ങളിലെ പണിക്കാരെയും അറിയില്ല. 2 വശങ്ങളിൽ നിന്നായി വള്ളങ്ങൾ അടുത്തു. പലരുടെയും കയ്യിൽ കുറുവടികൾ, മുറിച്ച വാർക്കക്കമ്പികൾ, സൈക്കിൾ ചെയിൻ. 2 പേരുടെ കയ്യിൽ വടിവാൾ. ആരാ നിങ്ങൾ? പത്രോസ് ചേട്ടൻ പകച്ചു ചോദിച്ചു. വീണ്ടും ഇരുവശത്തു കൂടിയും 2 വള്ളങ്ങൾ കൂടി വന്നു. മറ്റു 2 വള്ളങ്ങൾ കാവലിനെന്നപോലെ അല്പം മാറിക്കിടന്നു. ആദ്യം വന്ന വള്ളങ്ങളിൽ ഉണ്ടായിരുന്നവർ കുഞ്ഞന്നയിലേക്ക് ചാടിക്കയറി. അവർ തലങ്ങും വിലങ്ങും അടി തുടങ്ങി. എവിടെടാ ശൗരി? ഒരുത്തൻ്റെ അലർച്ച ചക്രവാളത്തിലേക്ക് പാഞ്ഞു. വള്ളത്തിനുള്ളിൽ എലിയെ തിരഞ്ഞു നടക്കുന്ന പോലെ അവർ ചിതറി നടന്നു. വള്ളപ്പടി കീഴിലും ക്യാൻവാസ് വലിച്ചു കെട്ടിയുണ്ടാക്കിയ ടെന്റിന് കീഴിലും നോക്കി. ശൗരിക്കുട്ടി വള്ളത്തിലില്ല. പത്രോസ് ചേട്ടൻ അടി കിട്ടിയ പാടെ പൊളഞ്ഞുകൊണ്ട് പറഞ്ഞു. അവനീ വള്ളത്തിലുണ്ടായിരുന്നല്ലോ. വേറൊരു വള്ളത്തിൽ കയറിപ്പോയി. ഏതു വള്ളമെടാ? ഓരോ ചോദ്യത്തിനും പത്തലിനടിക്കുന്ന പോലെ ഓരോ അടിയുമുണ്ട്. വള്ളം ഏതെന്നറിയാൻ വയ്യ. പേരില്ലേടാ വള്ളത്തിന്? പേരില്ലായിരുന്നു, ബിൻഡോച്ചൻ പറഞ്ഞു. അവനും കിട്ടി കുറുവടിയടി. ശൗരിക്കുട്ടിയെ കിട്ടാത്ത കലിപ്പിന് കയ്യിൽ കിട്ടിയവരെയൊക്കെ പൊതിരെ തല്ലി. എഞ്ചിനെടുത്ത് കടലിലിട്ടു. വലയും കയറും മുറിച്ചെറിഞ്ഞു. 1/4 മണിക്കൂറോളം അവർ കുഞ്ഞന്ന വള്ളത്തിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. അതിനിടയിൽ കാവൽ നിന്ന വള്ളങ്ങളുടെ ഭാഗത്തുനിന്ന് നിലവിളിയും അലർച്ചയും കേട്ടു തുടങ്ങി. എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടായി. 200-300 അടി അകലമേയുള്ളൂ. പക്ഷേ അവിടെ എന്താണ് നടക്കുന്നതെന്ന് ആർക്കും മനസ്സിലായില്ല. ഒരു ചെറിയ ബോട്ട് കുഞ്ഞന്ന വള്ളത്തിനടുത്തേക്ക് വന്നു. ശൗരി അതിൻ്റെ നടുപ്പടിയിൽ നീണ്ട തുഴയും കയ്യിൽ പിടിച്ചു നിൽക്കുന്നത് എല്ലാവരും കണ്ടു. അവൻ ഒറ്റയ്ക്കായിരുന്നില്ല, കൂടെ 18ഓളം പേരും. ശൗരിക്കുട്ടി തുഴ വീശി അടി തുടങ്ങി. കുഞ്ഞന്നയെ ആക്രമിക്കാൻ വന്ന വള്ളങ്ങളിലുള്ളവർ തിരിച്ചടിച്ചു. ബോട്ടിലുണ്ടായിരുന്നവരെ ആക്രമിക്കുന്നത് അത്ര എളുപ്പമല്ലായിരുന്നു. അവർ ഉയരത്തിലാണ് നിൽക്കുന്നത്. പൊരിഞ്ഞ അടി നടക്കുന്നതിനിടയിൽ അടുത്ത വള്ളം കൂടി എത്തി. അതിൽ നിറയെ ശൗരിക്കുട്ടിയുടെ ആളുകളായിരുന്നു. അലർച്ചയും നിലവിളികളും, മുറിവേറ്റും അസ്ഥികൾ ഒടിഞ്ഞുമുള്ള നിലവിളികൾ, തല്ലി വീഴ്ത്താനും കൊല്ലാനുമുള്ള കൊലവിളികൾ. ഭീകര സംഘട്ടനത്തിനിടെ കടന്നുകളയാൻ നോക്കിയ വള്ളങ്ങളെ ശൗരിയുടെ ആളുകൾ വളഞ്ഞിട്ടു. ഇതിനിടയിൽ കുഞ്ഞന്നയ്ക്ക് അക്രമികൾ തീയിട്ടു. അടുത്ത ക്ഷണം അക്രമികളുടെ 5 വള്ളങ്ങൾക്ക് ശൗരിക്കുട്ടിയുടെ സംഘവും മണ്ണെണ്ണയൊഴിച്ചു തീ കൊളുത്തി. അവയുടെ എഞ്ചിനെടുത്ത് കടലിൽ താഴ്ത്തി. കുഞ്ഞന്നയുടെ തീ കെടുത്തിയെങ്കിലും അത് ഭാഗികമായി കത്തി നശിച്ചിരുന്നു. കടലിലെ എണ്ണക്കിണറുകൾക്ക് തീ പിടിച്ച പോലെ 4 വള്ളങ്ങൾ വെള്ളത്തിനു മീതെ കിടന്ന് കത്തിക്കൊണ്ടിരുന്നു. കാവൽക്കാരെ പോലെ മാറി നിന്നിരുന്ന വള്ളങ്ങൾ ശൗരിക്കുട്ടിയുടെ നിർദ്ദേശാനുസരണം സംഘടന രംഗത്തേക്ക് കൊണ്ടുവന്നു. ശത്രു സംഘത്തിലെ പരിക്കേറ്റവരെയെല്ലാം അതിലേക്ക് കയറ്റി. കടലിൽ ഓടി രക്ഷപ്പെടാൻ മാർഗമില്ലാത്തതിനാൽ കീഴടങ്ങിയവർക്ക് അനുസരിക്കുകയേ നിർവാഹമുണ്ടായിരുന്നുള്ളൂ. പരിക്കേറ്റവരിൽ ചിലരെ ബോട്ടിലേക്ക് കൊണ്ടുവന്ന് ശൗരിക്കുട്ടി ചോദ്യം ചെയ്തു. സത്യം പറഞ്ഞില്ലെങ്കിൽ എടുത്ത് കടലിലെറിയുമെന്ന ഭീഷണിക്ക് മുന്നിൽ വഴങ്ങുകയല്ലാതെ ഗത്യന്തരമുണ്ടായിരുന്നില്ല.
ഈ ആക്രമണം എങ്ങനെയാണ് ആസൂത്രണം ചെയ്തതെന്നും ആരുടെയൊക്കെ ഗൂഢാലോചന അതിനു പിന്നിലുണ്ടെന്നും ശൗരിക്കുട്ടി പറയിക്കുക മാത്രമല്ല മൊബൈൽ ഫോണിൽ അതിൻ്റെ വീഡിയോ പിടിക്കുകയും ചെയ്തു. അറയ്ക്കൽ ചാർലി സേവ്യർ ഇന്നേ വരെ ആരെയെങ്കിലും ദ്രോഹിക്കാനോ ആരോടെങ്കിലും പകരം വീട്ടാനോ ഇറങ്ങിത്തിരിച്ചിട്ടുള്ള ആളായിരുന്നില്ല. കാരക്കാട്ട് ബംഗ്ലാവിലെ ഔട്ട് ഹൗസിൽ സൈമൺ തരകനും ആൺമക്കൾക്കും ആൻഡപ്പൻ പീറ്ററിനുമൊപ്പം പാതിര കഴിഞ്ഞും ഉറക്കമിളച്ചിരിക്കുമ്പോൾ ചാർലിക്ക് സ്വയം ഒരു അവമതിപ്പ് തോന്നി. അടിപിടി, ഗുണ്ടായിസം, പ്രതികാര പദ്ധതികൾ ഇവയ്ക്കൊന്നും അയാളുടെ മനസ്സിലോ കുടുംബത്തിലോ യാതൊരു സ്ഥാനവുമില്ലായിരുന്നു. ഹൈസ്കൂൾ ഹെഡ്മാസ്റ്ററായി പെൻഷൻ പറ്റിയ ആളാണ് ചാർലിയുടെ അപ്പൻ സേവ്യർ മാസ്റ്റർ. ചാർലിയുടെ മൂത്തയാൾ ഹൈസ്കൂൾ അധ്യാപികയാണ്. അനുജൻ അഡ്വക്കറ്റായി. ചാർലിക്ക് ബിസിനസ്സിലായിരുന്നു കമ്പം. കണിച്ചു കുളങ്ങരയിൽ ഹോട്ടലും ചേർത്തലയിൽ പെട്രോൾ പമ്പും ആലപ്പുഴയിൽ മെഡിക്കൽ ഷോപ്പുമൊക്കെയായി വലിയ ബഹളങ്ങളില്ലാതെ ജീവിതം നയിച്ചു വരികയായിരുന്നു ചാർലി. എന്നാലിപ്പോൾ താനും കൂടി ചേർന്ന് ഒരു കൊലപാതകം ആസൂത്രണം ചെയ്തിട്ട് ആ കൊല നടന്നോ ഇല്ലയോ എന്നറിയാനായി കാത്തിരിക്കുകയാണെന്ന ഓർമ്മയിൽ ചാർലിയുടെ മനസ്സിടിഞ്ഞുപോയി. ഒരു കൊട്ടേഷൻ കൊലപാതകിയെപ്പോലെ താൻ തരംതാണു പോയതായി അയാൾക്ക് തോന്നി. വാസ്തവത്തിൽ ഇത് എന്തിനു വേണ്ടിയായിരുന്നെന്ന് അയാൾ വേർതിരിച്ചെടുക്കാൻ ശ്രമിച്ചു. തൻ്റെ മകളുടെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിയെന്ന ഉത്തരം തൃപ്തികരമാകുന്നില്ല. അപമാനിക്കപ്പെട്ടില്ല എന്ന് തൻ്റെ മകൾ തന്നെ പറഞ്ഞു. അപമാനിച്ചില്ല എന്ന് ശൗരിയും പറഞ്ഞു. പിന്നെയുള്ള ഒരഭിമാനക്ഷതം. ശൗരി തൻ്റെ മകളെ കല്യാണം കഴിക്കുമെന്ന വീരവാദം മുഴക്കിയതാണ്. അങ്ങനെ ആർക്ക് പറയാൻ കഴിയും? പറഞ്ഞു എന്ന് വെച്ച് കല്യാണം നടക്കണമെന്നില്ല. നടത്തണമെങ്കിൽ പെണ്ണിൻ്റെയും കുടുംബത്തിൻ്റെയും സമ്മതം കൂടിയേ തീരൂ. വാസ്തവത്തിൽ വേണ്ടാത്ത ഒരു സംഗതിക്കാണ് താൻ ഇറങ്ങി പുറപ്പെട്ടതെന്ന് അയാൾ മനസ്താപപ്പെട്ടു. കൊലപാതകം നടന്നാൽ താനും കൊലപാതകിയായി തീരും. കൊല്ലുന്നത് വെട്ടിയോ കുത്തിയോ ആയിരിക്കും. ശൗരിയുടെ ചോര വീഴും എന്നത് തീർച്ച. കൂടെ വേറെ ആരെങ്കിലും കൊല്ലപ്പെടുമോ എന്നറിയില്ല. കൊല്ലപ്പെട്ടാൽ ആ ചോരയിലും തനിക്ക് പങ്കുണ്ടാകും. ഒരു സംഘടന നടക്കുമ്പോൾ ആയുധങ്ങൾ കൈകാര്യം ചെയ്യപ്പെടുന്നത് കൃത്യമായ അച്ചടക്കത്തോടെയും മുൻധാരണയനുസരിച്ചും ആയിരിക്കണമെന്നില്ല. അത് കൈമയും മറന്നുള്ള പോരാട്ടമാണ്. രക്തച്ചൊരിച്ചിലാണ് നടക്കുന്നത്. ഇരുവശത്തും ആളുകൾ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും കൊലപാതകത്തിനും ഗൂഢാലോചനയ്ക്കും ഉത്തരവാദിയായി അറയ്ക്കൽ ചാർലി സേവ്യർ ജയിലിൽ കിടക്കുന്ന ചിത്രം ചാർലി തന്നെ ഒന്ന് സങ്കല്പിച്ചു നോക്കി. എന്തു ഭീകരം! മാതൃകാ അധ്യാപകനുള്ള അവാർഡ് വാങ്ങിയ ഹെഡ്മാസ്റ്റർ സേവ്യറിൻ്റെ മകൻ കൊലയാളി, ജയിൽ പുള്ളി. ഒന്നും വേണ്ടായിരുന്നെന്ന് ചാർലിക്ക് തോന്നി. ഇവിടെ സംസാരിക്കപ്പെട്ട വാക്കുകളെല്ലാം ചോര മണക്കുന്നതാണ്. ചിലരെയൊക്കെ കാരക്കാട്ടുകാർ കൊന്ന കഥകൾ സൈമൺ തരകൻ വലിയ വീരചരിതം പോലെ പറയുന്നുണ്ടായിരുന്നു. കടലിലെ കൊലയ്ക്ക് തെളിവുണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നു. ആൻഡപ്പൻ പീറ്ററും കൊലയെക്കുറിച്ചാണ് പറയുന്നത്. ശൗരിക്കുട്ടിയെ മാത്രമല്ല, ഡെന്നിച്ചനെയും കൊല്ലണം. അനേകായിരം മൃഗങ്ങളെ കൊല ചെയ്തിട്ടുള്ള ആൻഡപ്പന് കൊലപാതകം ഒരു ഹരം പോലെയാണെന്ന് ചാർലിക്ക് തോന്നി. കയ്യിൽ ചോര പുരണ്ട് അറപ്പ് തീർന്നവനാണ്. ഇപ്പോൾ അവനെ തട്ടിക്കാണും. ആൻഡപ്പൻ പറയുന്നത് ചാർലി കേട്ടു. കൂട്ടയടി നടക്കുന്നതിനിടയ്ക്ക് ഒരുത്തനവൻ്റെ ചങ്കിലോട്ട് കത്തി കയറ്റിയ ആരറിയാനാ? ആരാണെന്ന് വെച്ചാ പിടിച്ചൊരു തള്ളും കൂടി തള്ളിയ കടലിലോട്ട് വീണ് കല്ലുപോലെ താണുപോകും. മൂന്നാം പക്കം ശവം കരയ്ക്കടിഞ്ഞാലായി, ഇല്ലെങ്കിലായി. അവനു വേണ്ടി കേസ് പറയാനും അതിൻ്റെ പുറകെ നടക്കാനും ആരാ ഉള്ളത്? അവൻ്റെ തള്ള മാത്രം കാണും. ആരാ കൊന്നതെന്ന് ഒരിക്കലും ഒരു തെളിവും കിട്ടത്തില്ല. ആൻഡപ്പനും സൈമൺ തരകനും ഇടയ്ക്കിടയ്ക്ക് സ്കോച്ച് വിസ്കി ഓരോ അളവ് ഒഴിച്ചു കുടിക്കുന്നുണ്ട്. ചാർലി വല്ലപ്പോഴും മദ്യപിക്കുമെങ്കിലും ഇന്ന് മദ്യപാനം വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. കൊലപാതകമാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ സുബോധം കൂടിയില്ലെങ്കിലുള്ള അവസ്ഥ ചിന്തിക്കാൻ കൂടി വയ്യ. വീട്ടിൽ നിന്ന് ഇതിനകം പല കോളുകൾ വന്നു. ഭാര്യ റോസ്മേരി വിളിച്ചു. മകൻ സച്ചിൻ സേവ്യർ വിളിച്ചു. സോണിയ റോസും വിളിച്ചു. പപ്പ ഇപ്പോൾ എവിടെയാ? ഞാൻ കാരക്കാട്ട് ബംഗ്ലാവിലുണ്ട് മോളെ. എന്താ ഇതുവരെ പോരാത്തത്? ഇപ്പോൾ വരും മോളെ. പപ്പ കള്ളുകൂടിയാണോ? അല്ല, ഒരു തുള്ളി പോലും കുടിച്ചിട്ടില്ല. പിന്നെന്താ വരാത്തെ? നേരം പാതിരായായല്ലോ പപ്പ. മമ്മിക്ക് ഭയങ്കര ടെൻഷൻ. നീ സമാധാനിപ്പിക്കുക. അവിടെന്താ വലിയ ഗൂഢാലോചനയാണോ? ചാർലി ഞെട്ടി. എന്തു ഗൂഢാലോചന? ശൗരിയെ നശിപ്പിക്കാൻ. നീ ഫോൺ വെച്ചിട്ട് പോയി കിടന്നുറങ്ങ. വേണ്ടാതീനം പറയാതെ. പപ്പ ഒന്നിനും പോകണ്ട കേട്ടോ. ഇല്ലടി മോളെ, നീ വെച്ചോ. ചാർലി കോൾ കട്ട് ചെയ്തു. അവന്മാരെന്താ വിളിക്കാത്തെ? സൈമൺ തരകൻ സ്കോച്ച് വിസ്കി ഒരളവ് കൂടി ഒഴിച്ചു. വല്ല കുഴപ്പം പറ്റിയോ? ചാർലി ചോദിച്ചു. എന്തു കുഴപ്പം പറ്റാൻ? ഒന്നുമില്ലടോ. അവന്മാർ ചുമ്മാ കൂളായിട്ട് അവൻ്റെ പണി തീർത്തിട്ട് വരും. ഇവരുടെ ലെവലും തൻ്റെ ലെവലും തമ്മിൽ കൂട്ടിക്കലർത്താവുന്നതല്ല എന്ന് ചാർലിക്ക് ബോധ്യമായി കഴിഞ്ഞു.
സൈമൻ്റെയും ആൻ്റപ്പൻ്റെയും നാവിൽ നിന്ന് ഇടയ്ക്ക് തെറിപ്പദങ്ങളൊക്കെ വീഴുന്നുണ്ട്. മദ്യപിക്കുന്നതിന് മുൻപത്തെ സൈമണും ആൻ്റപ്പനുമല്ല, മദ്യപിച്ചു കഴിഞ്ഞ ശേഷം. തൻ്റെ മകളും സൈമൻ്റെ മകനും തമ്മിൽ പ്രേമമില്ലായിരുന്നെങ്കിൽ ഇങ്ങനൊരു കൂട്ടുകമ്പനി പോലും ഉണ്ടാകുമായിരുന്നില്ലെന്ന് ചാർലി ഓർത്തു. ഈ സൈമൻ്റെ വീട്ടിലേക്കല്ലേ തൻ്റെ മോളെ അയക്കേണ്ടത്? ഡാൻഡസ് പക്ഷേ സൈമണിനെ പോലെയല്ല. അവൻ അന്തസ്സും അഭിമാനവുമുള്ളവനാണ്. സൈമൺ തരകനെപ്പോലെ മുരട്ട് സ്വഭാവക്കാരനല്ല. സൗമ്യനും ദയാശീലനുമാണ്. സർവോപരി കലാകാരനുമാണ്. ഞാൻ വീട്ടിലോട്ട് പോയാലോന്ന് ആലോചിക്കുക. ഭാര്യയ്ക്കും മകൾക്കുമൊക്കെ സംശയവും പേടിയും. ചാർലി സൈമണോട് പറഞ്ഞു. അതൊന്നും നമ്മൾ വില വയ്ക്കരുത്. ഇയാൾ ഇവിടെ ഇരിയിടോ. സൈമൺ ശാസനാസ്വരത്തിൽ പറഞ്ഞു. 10 മിനിറ്റിനുള്ളിൽ സൈമൺ തരകൻ്റെ മൊബൈലിലേക്ക് ഒരു കോൾ വന്നു. സൈമൺ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ, ഡാൻഡസിൻ്റെ പപ്പയല്ലേ? ഞാൻ സോണിയയാണ്. ഞങ്ങളുടെ പപ്പ അവിടെ എന്തു ചെയ്യുക? കുറേ നേരമായിട്ട് വിളിക്കുന്നു. പക്ഷേ പപ്പ വരുന്നില്ല. അവിടെ എന്തെങ്കിലും ആഘോഷമാണോ? മോളെ, ഇന്ന് ചെല്ലിക്കടപ്പുറത്തെ ശൗര്യയുടെ കുടലുമാല കടൽ മീനുകൾ തിന്നുന്ന ദിവസമാ. അവനെ കടലിൽ താഴ്ത്തിയെന്ന് കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക പപ്പ. അവനെ തട്ടാൻ നമ്മുടെ ആൾ പോയിട്ടുണ്ട്. മറുവശത്ത് നിശബ്ദത. മോള് വിഷമിക്കല്ല്. മോളെ കൊണ്ടുപോയി തുമ്പോളി കടപ്പുറത്തിട്ട് അപമാനിച്ചവനല്ലേ? ഇന്ന് രാത്രി അവൻ്റെ കഥ കഴിയും. അത് തീർന്ന ഉടനെ മോടെ പപ്പ അങ്ങോട്ട് വന്നോളും കേട്ടാ. അത്രയും പറഞ്ഞ് സൈമൺ തരകൻ കോൾ കട്ട് ചെയ്തു. അയാൾ പറഞ്ഞത് കേട്ട് വിറങ്ങലിച്ചിരുന്ന ചാർലിയോട് ഇത്രയും കൂടി പറഞ്ഞു. ഉള്ള കാര്യം തുറന്നങ്ങ് പറഞ്ഞ പിള്ളേർ മനസമാധാനത്തിൽ കിടന്നുറങ്ങിക്കോളുമല്ലോ. എന്തിനാ ഒളിച്ചു വയ്ക്കുന്നത്? പറഞ്ഞു തീരുമ്പോഴേക്കും സൈമൺ തരകൻ്റെ ഫോണിലേക്ക് വീണ്ടും കോൾ വന്നു. സൈമൺ അറ്റൻഡ് ചെയ്തു. ഏലിയാസ് ആയിരുന്നു മറുവശത്ത്. അയ്യോ മുതലാളി, എല്ലാം പോയി. അവനെ കൊല്ലാൻ പറ്റിയില്ല. നമ്മുടെ വള്ളങ്ങളും എഞ്ചിനും എല്ലാം പോയി. എന്തുപാടാ ഈ പറയുന്നേ? അവനെവിടാ? എന്നാ പറ്റി? അവനെ തട്ടാൻ നിങ്ങളുടെ ആൾക്കാർ പോരായിരുന്നോ? മറുവശത്ത് ഒരു കിരികിരിപ്പ്, തൊണ്ടച്ചിനയ്ക്കൽ. പോരടോ മരത്തലയ. ശൗര്യനെ കൊല്ലാനുള്ളവർ ജനിച്ചിട്ടില്ല. അങ്ങനൊരുത്തിനെ താൻ തന്നെ ജനിപ്പിക്ക്. ഇനിയും സമയമുണ്ട്. താനൊന്ന് ശ്രമിച്ചു നോക്ക്. നായിൻ്റെ മോനെ, നീ മിണ്ടല്ല. സൈമൺ തരകൻ പല്ലുകടിച്ച് ചീറി. ഞാൻ നായിൻ്റെ മോനാണെങ്കിൽ താൻ ആരോടോ? വെറും നായ. കാരക്കാട്ട് ബംഗ്ലാവിൽ നിന്ന് ഇറങ്ങി കടപ്പുറത്തൂടെ മണത്ത് നടക്കണ തെരുവു നായ. സൈമൺ തരകൻ്റെ മൂക്കിൻ തുമ്പ് വിറകൊണ്ടു. ഒരുത്തനെ കൊല്ലാൻ 6 വള്ളവും 40 ചിൽവാനം ആളും എല്ലാത്തിനെയും കൂടെ കെട്ടിവലിച്ച് ഞാൻ കൊണ്ടുവരണുണ്ടോ തൻ്റെ മുന്നിലോട്ട്. ബാക്കി നേരം വെളുത്തിട്ട്. കോൾ കട്ടായി. ചാർലി സേവ്യർ വിളറി വെളുത്ത് പകച്ച് സൈമൺ തരകനെ നോക്കി. സൈമൺ തരകൻ ഗ്ലാസ്സിലിരുന്ന് മദ്യമെടുത്ത് ഒറ്റ വലിക്ക് വിഴുങ്ങി. ചെല്ലിക്കടപ്പുറത്ത് പോലീസ് കാത്തുനിൽപ്പുണ്ട്. അർത്തുങ്കൽ സ്റ്റേഷനിലെ ജീപ്പുണ്ട്. SI ജോൺസണുണ്ട്. CI എബ്രഹാം മാത്യുവും പോലീസുകാരും കൂടി ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. കടപ്പുറത്തെല്ലാം വാർത്ത വ്യാപിച്ചു കഴിഞ്ഞു. തീരക്കടലിൽ ബോട്ടും വള്ളങ്ങളും ഒന്നു ചേർന്നു വരുന്ന കാഴ്ച കണ്ടപ്പോൾ മുതൽ ചെല്ലിക്കടപ്പുറത്ത് ആൾക്കൂട്ടമാണ്. അല്പസമയത്തിനുള്ളിൽ മാരാരിക്കുളം പോലീസും എത്തിച്ചേർന്നു. 2-3 വള്ളങ്ങൾ അകമ്പടി സേവിക്കാനായി കടലിലേക്ക് പോയി കഴിഞ്ഞു. ശൗരിക്കുട്ടി തന്നെ പോലീസിൽ വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു. ബോട്ടിൽ കെട്ടിവലിച്ചാണ് കുഞ്ഞന്നയെ കൊണ്ടുവരുന്നത്. കുഞ്ഞന്നയിലെ പണിക്കാരെല്ലാം ബോട്ടിലുണ്ട്. കൂടാതെ ശൗരിക്കുട്ടിയെ സഹായിക്കാൻ വന്ന വള്ളത്തിലെ ചിലരുമുണ്ട്. ഭൂരിപക്ഷം ആളുകളെയും ശൗരിക്കുട്ടി വള്ളത്തിൽ മടക്കി അയച്ചിരുന്നു. സൈമൺ തരകൻ ആക്രമണ സജ്ജമാക്കി അയച്ച 6 വള്ളങ്ങളിൽ 2 എണ്ണം മാത്രമേ തിരിച്ചു വന്നുള്ളൂ. അതും കെട്ടിവലിച്ച് കൊണ്ടുവരികയാണ്. ബാക്കി 4 എണ്ണം കടലിൽ തന്നെ കത്തിനശിച്ചു. കടപ്പുറത്ത് നിരന്ന ആളുകൾ കാത്തു നിൽക്കുന്നത് അകലെ നിന്ന് ശൗരി കണ്ടു. വള്ളങ്ങൾ കരയ്ക്കെടുത്തു. ബോട്ടുകൾ 50 വാര അകലെ നങ്കൂരം വിട്ടു. പോലീസ് ശൗരിക്കുട്ടി ഇറങ്ങിച്ചെല്ലാൻ വേണ്ടി കാത്തുനിന്നു. അടുത്ത ഭാഗം നാളെ.